നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ ഹരി ഓം. യസ്യാന്തം നാദിമധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണാ ന ഭവതി പുരുഷോ ന പുംസം ന ച സ്ത്രീ നാകാരം നോ വികാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജസമരസം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൗനവ്യാഖ്യാ പ്രകടിതപരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാന്തേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡ്യം. വേദാന്താർത്ഥവിഭാസകായേതയേ ശാന്തായ സന്യാസിനേ നാനാവാദിനഗേന്ദ്രസംഘപഭയേ യോഗീന്ദ്രവന്ദ്യായ ച മോഹധ്വാന്തദിവാകരായ ഭഗവത്പാദാഭിതാം ബിഭ്രതീം തസ്മൈ ഭാഷ്യകൃതേ നമോസ്തു സതതം പൂർണ്ണായ ബോധാത്മനേ. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. ദേഹം മൃണ്മയവജ്ജഡാത്മകമഹം ബുദ്ധിർന തസ്യാസ്ത്യതോ നാഹം തത്തദഭാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ. കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവഃ പൂർണ്ണോ വിഭാതി സ്വയം. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. പരമാദരണീയനായ ചിന്മയാനന്ദ സ്വാമികളുടെ സ്മരണയായിട്ട് നടക്കുന്ന ഒരു സത്സംഗം. ജീവിതം മുഴുവനും സ്വാമിജി ഭഗവത്ഗീത സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗീതയെ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമുക്ക് സത്സംഗം നടക്കുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞു, എന്താണ് ഭഗവത്ഗീത എന്ന് വെച്ചാൽ സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം. വേദാർത്ഥം മുഴുവനും അതിൻ്റെ സാരം, എസൻസ് സംഗ്രഹിച്ച് ഗീതയിൽ ഭഗവാൻ തന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രയോജനം എന്താണ്? അസ്യ സംസാരസ്യ
അത്യന്ത ഉപരമലക്ഷണം ജ്ഞാനം. ഇതൊക്കെ ആരംഭത്തിലെ പറയുന്ന കാര്യമാണ്. സംസാരത്തിൻ്റെ അത്യന്ത ഉപരമ ലക്ഷണമായ ജ്ഞാനം എന്ന്. സംസാരം എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന വാക്കാണ് ദുഃഖം എന്നർത്ഥം. അതിന് പരിഹാരമാണ് ജ്ഞാനം എന്ന്. ശാന്തി, സുഖം അഥവാ ആനന്ദം എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ബ്രഹ്മത്തിന്, ആത്മാവിന്, നമ്മളുടെ സ്വരൂപത്തിന് നിർവചനമാണ്. ശാന്തി സമൃദ്ധമൃതം. വളരെ മനോഹരമായിട്ടൊരു വാക്കാണ് സമൃദ്ധമായ ശാന്തി എന്ന്. അബൻഡന്റ് പീസ്. അതുപോലെ ആനന്ദോ ബ്രഹ്മേതി വ്യജാനാത്. ആനന്ദമാണ് ആത്മാവിൻ്റെ സ്വരൂപം, ഭഗവാന്റെ സ്വരൂപം. ഇതൊക്കെ നിർവചനമാണ് ശ്രുതിയുടെ. നമ്മളുമൊക്കെ തന്നെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് പുറകിൽ ഒരു തള്ളലുണ്ട്, ഒരു ശക്തിയുണ്ട്, ഫോഴ്സ് ഉണ്ട്. എനിക്ക് സുഖം വേണം, ദുഃഖം വരരുത്. ആ സുഖത്തിനുള്ള അന്വേഷണമാണ് അനുസ്യൂതം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു ബാലൻസ്, ആ ബാലൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ആ ബാലൻസ് നേടിയെടുക്കാനുള്ള ശ്രമം. ഇത് നേച്ചർ, പ്രകൃതി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മളും അറിഞ്ഞോ അറിയാതെയോ ഇതിനു വേണ്ടിയുള്ള യത്നമാണ് അനുസ്യൂതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സുഖം പുറത്തെവിടെയോ കിട്ടാനുണ്ട്, നേടിയെടുക്കാനുണ്ട് എന്നുള്ള ഉദ്യമമാണ് നടക്കുന്നത്. ആ ഒരു തെറ്റിദ്ധാരണയിലാണ് എല്ലാ ഉദ്യമവും. എന്ത് ചെയ്താൽ ആ സുഖം കിട്ടും? ചിന്മയാനന്ദ സ്വാമികൾ കുട്ടിക്കാലത്ത് പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ ചെയ്ത് നടന്ന ഒരു യുവാവായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിക്കണം, ഈ അന്വേഷണത്തിനൊക്കെ ഒരു മൂല കാരണം എനിക്ക് തോന്നാറുള്ളത്, കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം വെച്ച് നോക്കിയാൽ തന്നെ ഇത്തിരി കഥ പറഞ്ഞാൽ നമുക്ക് അല്പം കണക്ഷൻ വരും. സ്വാമിജിയായിട്ട് എനിക്കും കുറച്ച് കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. തേജോമാൻ സ്വാമിയായിട്ട് വളരെയധികം അടുപ്പം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ശ്രുതിഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയത് ഇംഗ്ലീഷിൽ. ഇപ്പൊ ചിന്മയാനന്ദ സ്വാമിയുടെ ചെറുപ്പകാലത്ത് ഈ അന്വേഷണം തുടങ്ങുമ്പോൾ പല മേഖലകളിലും അദ്ദേഹം സഞ്ചരിച്ചു. എന്നിട്ടാണ് അവസാനം ഋഷികേശിലെത്തുന്നത്. അതിനു മുമ്പ് കുട്ടിക്കാലത്ത് വളരെ പ്രധാനമാണ് നമ്മളുടെ കുട്ടിക്കാലം. മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ എന്ന് വേദം പറഞ്ഞു. ആദ്യം അമ്മ, പിന്നെ അച്ഛൻ, പിന്നെ ഗുരു. ഞാനിപ്പോൾ വരുന്ന വഴിയിൽ ഒരു ബോർഡ് കണ്ടു. ബോർഡെന്ന് വെച്ചാൽ ചുവരെഴുത്ത്. ചുവരിൽ ഈ ക്രിസ്ത്യാനികളുടെ സ്ഥലമാണോ എനിക്കറിയില്ല, പക്ഷെ അതുപോലെ തോന്നിയില്ല. ഹഗ് യുവർ ചൈൽഡ് എന്നാണ് ഫസ്റ്റ് ലൈൻ. രണ്ടാമത്തെ ലൈൻ വായിക്കുമ്പോഴേക്കും കാറിങ്ങോട്ട് പോകുന്നു. ഈ മോഡേൺ ട്രെൻഡാണത്. അതായത് കുട്ടികളെ അമ്മമാർ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു എന്ന് പറയണം, കെട്ടിപ്പിടിക്കണം. അങ്ങനെയൊക്കെ കുട്ടികളുടെ അടുത്ത് അമ്മമാർക്കുള്ള കണക്ഷൻ ഉണ്ടാവണം എന്നാണ് തോന്നുന്നു ഉദ്ദേശിച്ചത്, അറിയില്ല.
പക്ഷേ ഞാനപ്പോൾ ആലോചിച്ചു, നമുക്കൊക്കെ നമ്മുടെ അമ്മമാരുടെ അടുത്ത് അമ്മമാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ നമുക്ക് അമ്മമാരുടെ അടുത്ത് ഒരു കണക്ഷൻ വന്നത്? ഇതിപ്പോൾ ഈ ഹഗ് ചെയ്ത് ഇവർ ഓഫീസിൽ പോകും, അതാണ്. പിന്നെ അടുത്ത ഞായറാഴ്ചയെ ഹഗ് ചെയ്യാൻ കാണുള്ളൂ. അതിൻ്റെ നടുവിൽ മുഴുവൻ ഹഗ് ചെയ്യാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും, മൂന്ന് നേരം മരുന്ന് കൊടുക്കുന്ന പോലെ അല്ലേ. അത് പ്രയോജനപ്പെടില്ല. അതിൽ ഡെഡിക്കേഷൻ ഇല്ല, അതിൽ പ്രിയമില്ല, അതിന് വേണ്ടിയിട്ട് കൊടുക്കലില്ല. നമ്മുടെ അമ്മമാരൊക്കെ ചിലപ്പോൾ തല്ലിയിട്ടുണ്ടാവും, ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. ഊണ് കഴിക്കൂ എന്ന് പറയുമ്പോൾ രാവിലെ എണീക്കൂ എന്ന് പറയും, പുറകെ നടക്കും. ഇങ്ങനെ അവര് നമ്മൾക്ക് ചിലപ്പോഴൊക്കെ ഇഷ്ടപ്പെടില്ല ചെയ്യണത്, എങ്കിലും കുറേ കഴിയുമ്പോൾ നമുക്കറിയാം ആ ഒരു കണക്ഷൻ. നല്ല കാര്യത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയും നാമം ജപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ അതാണ് പിന്നാലെ നിൽക്കുന്നത്, അല്ലാതെ ബാഹ്യമായിട്ടുള്ളതല്ല. ചിന്മയാനന്ദ സ്വാമിയുടെ കുട്ടിക്കാലത്ത് അവരുടെ അച്ഛൻ നിർബന്ധമായിട്ടും വീട്ടിൽ പിടിച്ചിരുത്തി നാമം ചൊല്ലിപ്പിക്കുമായിരുന്നു. അദ്ദേഹം അല്ലെങ്കിൽ തന്നെ റെസ്റ്റ്ലെസ് ആണ്. അദ്ദേഹം ആചാര്യനായിട്ടിരിക്കുമ്പോൾ പോലും ഒരു സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ കാലും കൈയൊക്കെ ആടിക്കൊണ്ടേയിരിക്കും. സ്വാമിജി തന്നെ പറയും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണമെന്നാണ്. എൻ്റെ നേച്ചറാണത്, എൻ്റെ പ്രകൃതിയാണ്. അപ്പം അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് പിടിച്ചിരുത്തി കഴിഞ്ഞാൽ 1 മണിക്കൂർ അനങ്ങാൻ പാടില്ല. അപ്പോൾ അവിടെ ശിവന്റെ ഒരു ഫോട്ടോ, പരമേശ്വരന്റെ ഒരു ഫോട്ടോ, ആ ഫോട്ടോ കാല് മുതൽ തലവരെ ഇങ്ങനെ കാണുക, എന്നിട്ട് പഞ്ചാക്ഷരം ജപിക്കണം. അപ്പോൾ നമഃശിവായ 1 മണിക്കൂർ ഇങ്ങനെ ജപിച്ചുകൊണ്ട് ഇതിങ്ങനെ ഒരു കളിയായിട്ട് ചെയ്തത് ഉള്ളിൽ പതിഞ്ഞു. രാത്രി ആ പഞ്ചാക്ഷരം ജപിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. നമ്മുടെ ആളുകളൊക്കെ പറയും ഇല്ലേ, നാമം ജപിച്ചാലേ ഉറക്കം വരുള്ളൂ. ചിലർ പറയും നമ്മളുടെ അടുത്ത്, സ്വാമിയുടെ സത്സംഗം കേട്ടാലേ ഉറക്കം വരുള്ളൂ എന്ന് പറയും. എങ്ങനെ അർത്ഥം എടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോ ആ പഞ്ചാക്ഷരം ജപിച്ച് അതിങ്ങനെ ചിന്തിച്ചിട്ടാണ് അദ്ദേഹം ഉറങ്ങുക. പിന്നീട് എല്ലാത്തിനോടും ഒരു വിപ്ലവ സ്വഭാവത്തോടുകൂടി ഇരുന്നപ്പോഴും എല്ലാത്തിനെക്കുറിച്ചും വിമർശനാത്മക ബുദ്ധിയോടുകൂടെ നോക്കിക്കൊണ്ട് പത്രപ്രവർത്തകനായിട്ട് നടക്കുമ്പോൾ ഈശ്വരനൊന്നും ഇല്ല എന്നൊക്കെ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഒരാൾ കണ്ടിരുന്നു, രാത്രിയായാൽ ഈ പഞ്ചാക്ഷരം ജപിക്കാതെ അദ്ദേഹം ഉറങ്ങില്ല. അപ്പം ആ സുഹൃത്ത് ചോദിച്ചു, താൻ ഈ പകല് മുഴുവൻ ഇങ്ങനെയൊക്കെ പറയണു, രാത്രിയായാൽ ഇതെന്തിനാ ചെയ്യണമെന്ന് വെച്ചു. അത് കുട്ടിക്കാലം മുതലുള്ള പഴക്കമാണ്, അത് ചെയ്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. അപ്പോൾ നോക്കൂ, ആ ഒരു ടച്ച്, എന്തോ ഒരു നല്ലത് നിർബന്ധിച്ചു കൊടുത്താലും അത് ഉള്ളിൽ അങ്ങനെ നിന്നു. ആ പഞ്ചാക്ഷരമാണ് അദ്ദേഹം ജീവിതം മുഴുവൻ കൊണ്ട് നടന്നത്. തപോവനസ്വാമിക്കും അതായിരുന്നു, ചിന്മയാൻ സ്വാമിക്കും അതായിരുന്നു. ആ പഞ്ചാക്ഷരമാണ് അദ്ദേഹം ജീവിതം മുഴുവൻ കൊണ്ടു നടന്നത്. ആ പഞ്ചാക്ഷരം അവിടെ മാത്രമല്ല, ചട്ടമ്പി സ്വാമികൾ വീട്ടിലേക്ക് വരുമായിരുന്നു. ഈ കുട്ടിയെ എടുത്ത് മടിയിൽ വയ്ക്കും, എന്തൊക്കെയോ വർത്തമാനം പറയും. എന്തു പറയുന്നു എന്നുള്ളതല്ല, എഴുതുന്നവരൊക്കെ എഴുതിയിരിക്കണം അവർ തമ്മിലുള്ള സംവാദം എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ കോണ്ടാക്ട്, സ്വൈരകഥാഹ തേഷാം ഉപദേശാ ഭവന്തി എന്ന് യോഗവാസിഷ്ടം പറയണത്. മഹാപുരുഷ സമ്പർക്കത്തിൽ സ്വൈരകഥാഹ എന്നുവെച്ചാൽ രാഷ്ട്രീയം പറഞ്ഞിരുന്നാൽ പോലും, തമാശ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഉപദേശമായി. എന്തെങ്കിലും വിധത്തിലൊരു സമ്പർക്കം വന്നു കഴിഞ്ഞാൽ, കോണ്ടാക്ട് വന്നാൽ മതി, ഉപദേശമായി. അങ്ങനെ ചട്ടമ്പി സ്വാമികളുടെ സമ്പർക്കം. ഇതാണ് ഭഗവാൻ ഭാഗവതത്തിൽ ഉദ്ധവന്റെ അടുത്ത് പറയണു. ഏകാദശ സ്കന്ധം 12-ാം അധ്യായം പറഞ്ഞു, സുഗോപ്യമപി വക്ഷ്യാമി ത്വമ്മേ ഭൃത്യ സുഹൃത് സഖ. നീ എനിക്ക് സുഹൃത്താണ്, എൻ്റെ സഖാവാണ്. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം.
ഒരു സാധനകൾ കൊണ്ടും സാധിക്കാത്ത കാര്യം. ന രോധയതി മാം യോഗ, ന സാഖ്യം ധർമ്മയേവ ച, ന സ്വാധ്യായ തപസ്ത്യാഗ, ന ഇഷ്ടാപൂർത്തം, ന ദക്ഷിണ, വ്രതാനി യജ്ഞ, ഛന്ദാംസി തീർത്ഥാനി നിയമ യമഃ, യഥാവരുന്ധേ സത്സംഗ സർവസംഗാപഹോ ഹിമാം. ഈ സത്സംഗം കൊണ്ട് എങ്ങനെ ഈ അനുഭൂതി ഉള്ളിലേക്ക് പ്രവേശിക്കുമോ, ഒരു വയർലെസ് കണക്ഷനാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും വി ആർ ഓൾ കണക്റ്റഡ്. എല്ലാം നമ്മൾ അറിയാത്ത കണക്ഷൻ. എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ ഒരാൾ കോട്ടുവായിട്ടാൽ എല്ലാവരും നമ്മൾ വിചാരിക്കുക നമുക്ക് കണക്ഷൻ ഇല്ലായിരുന്നു. ഇങ്ങനെ കണക്റ്റഡാണ്. അപ്പോൾ ഒരാളുടെ ഉള്ളിൽ ഭക്തി വന്നാൽ അടുത്തുള്ള ആൾക്കും വരും. ഒരാൾക്ക് ധ്യാനം വന്നാൽ അടുത്തിരിക്കുന്ന ആൾക്കും വരും. ഒരാളുടെ ഉള്ളിൽ ഒരു സ്ഫൂർത്തി ഉണ്ടായാൽ അതിൻ്റെ സ്പന്ദനം അടുത്തുള്ള ആളുടെ മേലെ വരും. അപ്പോൾ ഇത് ചട്ടമ്പി സ്വാമികളുടെ ഒരു സമ്പർക്കം കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായി. അത് കഴിഞ്ഞ് മൂന്നാമത് 10-16 വയസ്സുള്ളപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ കയറി ചുറ്റിത്തിരിയാണ്, വാണ്ടറിങ് ആണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് തിരുവണ്ണാമലൈ വഴിക്ക് ട്രെയിന് പോകുമ്പോൾ ആരോ പറഞ്ഞു ഇത് അരുണാചലം, ഇതിനെ ശിവക്ഷേത്രമാണ്, ഈ മലയെ തന്നെ ശിവൻ എന്ന് പറയുന്നു, ഇവിടെ ഒരു വലിയ ഋഷിയുണ്ട്, മഹർഷിയുണ്ട്. അപ്പം അദ്ദേഹം ആ സമയത്ത് വിചാരിച്ചു ജടയുമൊക്കെ ആയിട്ട്, ജടാധാരിയായിട്ട് ഒക്കെ ആരെങ്കിലും ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. നല്ല വെയിൽ, മരമൊന്നുമില്ല, ഉണങ്ങിക്കിടക്കുന്ന ഭൂമി, വരണ്ട് കിടക്കുന്ന ഭൂമി. അപ്പം ഇറങ്ങി ആ വെയിലത്ത് നടന്ന് ആശ്രമത്തിൽ പോയി, രമണാശ്രമത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ ആരോ മഹർഷി ഇരിക്കുന്ന കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം പറയണത്, എനിക്ക് വെയിലത്ത് വന്ന് ഒന്നും കാണാൻ വയ്യ. അവിടെ ഇരുന്നു. എവരി വൺ വർ ഗേസിങ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ഒരു സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അങ്ങോട്ട് നോക്കിയിരുന്നു. അവിടെ നോക്കി കുറച്ചു നേരം നോക്കിയപ്പോൾ ഒരു ആളിരിക്കണു, നഗ്നനായിട്ടിരിക്കണു. ആ കൗപീനം എടുത്തിട്ടുണ്ടെന്ന് പോലും പറയണില്ല. പിന്നെ കുറച്ച് നോക്കിയപ്പോഴാണ് ദർ ഈസ് എ ലോയിൻ ക്ലോത്ത്. കാല് മുതൽ തല വരെ ഇങ്ങനെ നോക്കി, മുഖത്ത് നോക്കിയപ്പോൾ മഹർഷിയുടെ ആ ഇരുപ്പ്, തലയ്ക്ക് ഇങ്ങനെ കൈ കൊടുത്തിട്ട് കണ്ണടച്ചിരിക്കുകയാണ്. ഐ ഫെൽറ്റ് ഈസ് സ്ലീപ്പിംഗ്. ഉറങ്ങാണെന്ന് തോന്നി. ആ കണ്ണിലേക്ക് ഞാൻ നോക്കി, അതുവരെ ഇങ്ങനെ നോക്കി, കണ്ണ് വരയ്ക്കും വന്നപ്പോൾ ആ കണ്ണ് തുറന്ന് എന്നെ ഒരു നോട്ടം നോക്കി. ആ ദൃഷ്ടി എൻ്റെ ഉള്ളിൽ ഇറ്റ് വാസ് ലൈക്ക് ആൻ എക്സ്റേ വിഷൻ എന്ന് മറ്റൊരു സന്ദർഭത്തിൽ സ്വാമി പറഞ്ഞു. എക്സ്റേ എടുക്കുന്ന പോലെ ഉള്ളിലേക്ക് അത് ഉള്ളിൽ നോക്കി, ഉള്ളിൽ എന്തോ ഉണർത്തി വിട്ടു. എനിക്ക് ഞാൻ തന്നെ ആരോടും പറയാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമെന്നുള്ള പോലെ എനിക്ക് തോന്നി. ഒരു ഡേയ്സ് ഒരു 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 ഭാവം ഉണ്ടായി. ലോകം അല്പനേരത്തേക്ക് മറന്നുപോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ തലയൊന്ന് കുടഞ്ഞിട്ട് പറഞ്ഞു, ഹീസ് ആൻ ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറഞ്ഞത്രേ. അതാണ് അപ്പോൾ ഉള്ള പ്രതികരണം. ഒരു ഹിപ്നോസിസ് ആണ് ഇത്, ശരിയല്ല. സ്വാമിജി പിന്നാലെ പറയുന്നുണ്ട്, when I had the same experience with striving in the Himalayas, തപോവൻ മഹാരാജൻ്റെ അടുത്ത് വേദാന്ത ശ്രവണം ചെയ്ത് ഏകാന്തത്തിൽ ആ നിധിധ്യാസന വേളയിൽ കണ്ടപ്പോൾ ഇതാണല്ലോ ഞാൻ രമണ മഹർഷിയുടെ മുമ്പിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കുറച്ച് ഒരു ഫ്യൂ മിനിറ്റ്സ് ഓർ സെക്കൻഡ്സ് തടില്ലതാ സമരുചിഹി എന്ന് പറഞ്ഞു, ഒരു ഇടിമിന്നൽ പോലെ ഒരു പ്രകാശധാര ഉള്ളിൽ കണ്ടത് ഇതായിരുന്നുവല്ലോ എന്ന് ഒരു റെക്കഗ്നിഷൻ, ഒരു പ്രത്യഭിജ്ഞ ഉണ്ടായി എന്ന് പിന്നാലെ പറയണുണ്ട്. അപ്പോൾ ഇത് സത്സംഗത്തിൻ്റെ മഹിമ. എന്നിട്ടും ആ ഉള്ളിൽ ഇതൊക്കെ ഈ സ്പിരിച്വൽ വെൽത്ത് ഉള്ളിലുള്ളപ്പോൾ റെസ്റ്റ്ലെസ്നെസ് വരും. നമ്മൾ ചിലപ്പോൾ റെസ്റ്റ്ലെസ് ആവുമ്പോൾ, മനസ്സ് കിടന്ന് പെടയുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ എങ്ങനെയെന്ന്. എന്തോ ഒരു 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 ചെടി ഉള്ളിൽ മുളച്ച് വരണമെങ്കിൽ മണ്ണ് പൊട്ടിച്ചിട്ട് വേണ്ടേ പുറത്ത് വരാൻ. അതുപോലെയാണ് ഉള്ളിൽ ഈ അധ്യാത്മം ഉണ്ടെങ്കിൽ ലൗകികത്തിൽ ആര് റീകൺസൈൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു
അവർക്ക് ആധ്യാത്മികത വരില്ല. സന്യാസമൊക്കെ എടുത്താലും ശരി, ആശ്രമങ്ങളിലൊക്കെ ചേർന്നാലും ശരി, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മേലെ പോവുകയില്ല. ശരിയില്ല. വിവേകം പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതിനാണോ വന്നത്, തത്വനിഷ്ഠ ഉണ്ടായോ, സ്വരൂപനിഷ്ഠ ഉണ്ടായോ, ഇല്ലെങ്കിൽ ആ പടച്ചിൽ വരും ഉള്ളിൽ. ആ പടച്ചിൽ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ പരീക്ഷത്തിന് ആ മഹർഷി ധ്യാന സമാധിസ്ഥിതനായിട്ടിരിക്കുമ്പോൾ സഹിച്ചില്ല. അതുകൊണ്ടാണ് പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടത്. എന്താന്ന് വെച്ചാൽ, ഉള്ളില് ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ഉണ്ടായ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അധ്യാത്മാനുഭവം, അത് ഉള്ളിൽ കിടന്നങ്ങനെ പുറത്തു വരാനായി വേമ്പൽ കൊള്ളുകയാണ്. അതാണ് പരീക്ഷിത്ത് പറയുന്നു, എനിക്ക് ആദ്യത്തെ അധ്യാത്മദീക്ഷ എൻ്റെ അമ്മയാണ് തന്നത്. മാതുഷമേയ ശരണം ഗതായാഹ. കൃഷ്ണന്റെ മുമ്പിൽ ചെന്ന് ശരണാഗതി ചെയ്തു. എനിക്ക് ഗർഭത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിൻ്റെ ഫലമാണ് പൂർണ്ണാനുഭവം വരയ്ക്ക് നിൽക്കാൻ വയ്യ. രാജ്യമൊക്കെ ഇട്ട് വലിച്ചെറിഞ്ഞു. ആര് ചെയ്യും? ഇല്ലേ? രാജ്യമൊക്കെ വിട്ടെറിഞ്ഞ് ഗംഗാതീരത്തിൽ പോയിരുന്നു. ആ വൈരാഗ്യത്തിന് കാരണമായിട്ട് തീർന്നു. ഇതേപോലെ ഉള്ളിൽ ആ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അതിൻ്റെ അനുഭവം ഉള്ളിൽ കിടന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജേർണലിസ്റ്റായിട്ടും മറ്റു സ്വാതന്ത്ര്യ സമരസേനാനിയായിട്ടും ഒന്നും നിൽക്കാൻ പറ്റിയില്ല. അന്വേഷിച്ച് ശിവാനന്ദാശ്രമത്തിലേക്ക് പോയത്, ബുദ്ധി തീരുമാനിച്ചത് അവിടെ പോയി വിമർശനം ചെയ്യണം. ഈ സന്യാസികളൊക്കെ ലൈഫ് വേസ്റ്റാണ്, ഇവര് ജീവിതം വ്യർത്ഥമാക്കുകയാണ്, അത് എഴുതാൻ വേണ്ടി പോയതാണ്. പലപ്പോഴും നമ്മളുടെ ഉദ്ദേശം ആയിരിക്കില്ല നമുക്ക് കിട്ടണത്. സംവാദിഭ്രമം എന്ന് പറയും വേദാന്തികൾ. ഒരു കുപ്പിച്ചില്ലാണെന്ന് പറഞ്ഞ് എടുക്കാൻ പോയാൽ സ്വർണം കിട്ടും, രത്നം കിട്ടും. അതുപോലെ ഇത് അവിടെ ചെല്ലുമ്പോൾ ശിവാനന്ദാശ്രമത്തിൽ തൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ, അവിടെ പോയപ്പോൾ കണ്ടു ആ സന്നിധി ഉള്ളിലേക്ക് കയറി. തനിക്കും സന്യാസം എടുക്കണം തോന്നി. അവിടെയും നിന്നില്ല. തപോവൻ മഹാരാജൻ്റെ അടുത്ത് പോയി വേദാന്ത. ഇന്ന് നിങ്ങൾ ഉത്തരകാശി പോയാൽ തന്നെ അറിയാം എന്തും ബുദ്ധിമുട്ടാണ്. അപ്പം അന്നത്തെ കാലത്ത് അവിടെ പോയി ആ തണുപ്പത്തി ഇരുന്ന് വേദാന്ത ശ്രവണത്തിന് അത് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പറയുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് മുമ്പിൽ കാണാൻ പാടില്ല. നിങ്ങൾ ചെന്നിരുന്ന് നിധിധ്യാസനം, ഒന്നും തിന്നാനൊന്നും കിട്ടില്ല. ഒരു സമയം ആരോ ഒരു കൊട്ട ലഡ്ഡു കൊണ്ട് കൊടുത്തു. അപ്പം ചിന്മയാനന്ദ സ്വാമി പറയണ കഥയാണ്. അപ്പം ആ ലഡ്ഡു ഞങ്ങൾക്കൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു, കാരണം ഒന്നും കിട്ടാത്തതാണ്. അപ്പം ലഡ്ഡു കിട്ടുമെന്ന് വിചാരിച്ചു. ഒരാഴ്ച കട്ടിലിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് അതിനെ കൊണ്ട് ഗംഗയിൽ കൊണ്ട് കളയാൻ പറഞ്ഞു. അപ്പോ അങ്ങനെ അത്ര ഇരിക്കണമെങ്കിൽ എന്താ, അതിനേക്കാളും ഒക്കെ രസമായി, ആനന്ദമായി, ശാന്തമായ അനുഭൂതി ഉള്ളിൽ ഉണ്ടാവണം. അതിന് ഇല്ലെങ്കിൽ ഈ തണുപ്പത്തൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആധ്യാത്മികതയ്ക്ക് വേണ്ടിയുള്ള ഉദ്യമം അത് ഉള്ളിൽ വന്ന ശേഷമാണ് സ്വാമിജി ഗീതയൊക്കെ പറഞ്ഞു തുടങ്ങിയത്, അല്ലേ? നിങ്ങളൊക്കെ ചിന്മയാ മിഷനിൽ വന്നവർ കുറേ പേര് ഉള്ളവർക്ക് അറിയാം ഇതൊക്കെ. അപ്പോൾ ഈ അധ്യാത്മവാഞ്ച ആദ്യം ഉള്ളിൽ വരണം. നമ്മളുടെ ഉള്ളിൽ ഈ സത്യം അറിയണം. തലയ്ക്ക് തീ പിടിച്ച ആള് വെള്ളം അന്വേഷിക്കണ പോലെ അന്വേഷിക്കണമെന്നാണ് വേദാന്തികൾ പറയാം. പ്രദീപ്തശിരഃ ജലരാശിമിവ സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠമുപഗച്ഛേത് എന്നാണ്. തലയ്ക്ക് തീ പിടിച്ച ആള് വെള്ളം എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കണ പോലെ. എന്ന് വെച്ചാൽ അത്ര കണ്ട് സിൻസിയറിറ്റി ഉണ്ടാവണം, സീരിയസ്നെസ് ഉണ്ടാവണം അതിൽ. അത് പൊതുവേ ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. കാരണം ജീവിതത്തിൽ കുറേ ജീവിച്ചു കഴിയുമ്പോൾ അറിയാം, ഈ ദുഃഖം വിഷമങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ശാന്തി വേണം. ഇതാണ് അതിൻ്റെ വിത്ത്. അധ്യാത്മ അനുഭവത്തിൻ്റെ വിത്ത് എന്ന് പറയുന്നത് എനിക്ക് ശാന്തി വേണം. അല്ലാതെ പേരും പുകഴോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ടല്ല. വാസ്തവത്തിലുള്ള ശാന്തി വേണം, ആ ഭഗവത് അനുഭൂതി വേണം. ഇത് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വളരെ വളരെ ആർജവയുക്തമായ സിൻസിയറായ സ്പിരിച്വൽ ക്വസ്റ്റ്, അന്വേഷണം ഉണ്ടാവും. അതേസമയം
നമ്മളുടെ പ്രാരബ്ധം നമുക്ക് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. പ്രാരബ്ധം മുമ്പിലുണ്ട്. പ്രാരബ്ധം അതായിട്ട് തീരുന്നവരേക്ക് കൊണ്ടു നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഭഗവാനെ സ്മരിക്കുകയും വേണം. എന്നുവെച്ചാൽ അനുഭവത്തോടെ ആത്മവിസ്മൃതിയില്ലാതിരിക്കണം. പുറമേക്കുള്ള കർമ്മം ചെയ്യുകയും വേണം. ഇതാണ് മാം അനുസ്മര യുദ്ധ്യച്ച്. അർജുനന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു മാം അനുസ്മര. അർജുനൻ പറഞ്ഞു ഭഗവാനെ അനുസ്മരിക്കാം, പക്ഷെ യുദ്ധം ചെയ്യാൻ വയ്യ. യുദ്ധ്യച്ച് യുദ്ധസ്വ. ഈ യുദ്ധം ചെയ്തും അപ്പൊ ഈ സ്മരണ ഉണ്ടാവില്ല. അതും ഞാൻ വിടില്ല, ഇതും ഞാൻ വിടില്ല എന്നാണ് കൃഷ്ണൻ പറഞ്ഞു. നീ എന്നെ സ്മരിക്കണം, യുദ്ധവും ചെയ്യണം. സ്മൃതിയും വേണം, യുദ്ധവും ചെയ്യണം. യുദ്ധം എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ ഉപദേശമല്ല, പ്രാരബ്ധാണ്. ഇതിപ്പോ അർജുനന്റെ അടുത്ത് നീ യുദ്ധം ചെയ്യേണ്ട എന്ന് കൃഷ്ണൻ പറഞ്ഞാൽ ഉദ്ധവരുടെ അടുത്ത് പറഞ്ഞു നാദ്രിയേത് കർമ്മചോദനാം എന്ന് പറഞ്ഞു. കർമ്മം ചെയ്യാനുള്ള ചോദനയെ അവഗണിക്കുക എന്നാണ്, കേൾക്കണ്ട എന്നാണ്. വേദം തന്നെ പറഞ്ഞാൽ പോലും ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തത്തെ. ഈ ആത്മവിദ്യ എനിക്ക് വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേദം തന്നെ കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞാലും അയാൾ കേൾക്കില്ല. അയാൾ ഒരു കർമ്മത്തിലേക്കും പ്രവേശിക്കില്ല. കർമ്മത്തിൽ നിന്ന് സ്വതന്ത്രമാവും. നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. അപ്പോൾ ഇതൊക്കെ ഭഗവാൻ പറഞ്ഞ വാക്കാണ്. ഇതിനെയൊക്കെ വെച്ചുകൊണ്ടാണ് ശങ്കരാചാര്യര് ഗീതയുടെ ലക്ഷ്യം ജ്ഞാനമാണ് എന്ന് നിരൂപണം ചെയ്യണത്. തിലകനൊക്കെ കർമ്മരഹസ്യം എന്ന് പറഞ്ഞു. ഗാന്ധിജി വേറെ കാര്യം പറഞ്ഞു. പരമഹംസ യോഗാനന്ദ യോഗ ആണെന്നൊക്കെ പറഞ്ഞു. പലരും പലതും പറഞ്ഞു. ഭഗവത്പാദർ പറഞ്ഞു ജ്ഞാനമാണ്. അതിനിപ്പോ എന്താ പ്രമാണം? ഗീത തന്നെ പ്രമാണം. ഇതം തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമർശേതശേഷേണ യഥേച്ഛസി തഥാ കുരു എന്ന് ഭഗവാൻ തന്നെ പ്രമാണം. ഗീത മുഴുവൻ പറഞ്ഞിട്ട് ഭഗവാൻ ഇതം തേ യോഗമാഖ്യാതം എന്ന് പറഞ്ഞില്ലേ? ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ. ഗീത മാത്രമല്ല, ഭാഗവതത്തിലും പറഞ്ഞു വ്യാസൻ. ജ്ഞാനം ഭഗവതാ പ്രോക്തം യത്തത് ജ്ഞാനം ഭഗവതാ പ്രോക്തം യത്തത് സംഗ്രാമമൂർധനി എന്ന് ഭാഗവതം. അപ്പൊ ഭഗവാൻ ഉപദേശിച്ച ജ്ഞാനം. അപ്പൊ ഈ ജ്ഞാനമാണ് ഗീതയിലെ വിഷയം. ആ ജ്ഞാനം എന്താണെന്ന് വെച്ചാൽ മാം അനുസ്മര എന്നുള്ളതിനുള്ള വഴിയാണ്. എങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കേണ്ടത്, എങ്ങനെ ഭഗവത് സ്വരൂപ സ്മൃതി ഉണ്ടാവും, തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നുള്ള സ്മൃതി എങ്ങനെ സാധിക്കും, അതാണ് മാം അനുസ്മര എന്നുള്ളതിനുള്ള കാര്യം. എങ്ങനെ അനുസ്മരണം ഉണ്ടാവും, എങ്ങനെ സ്മൃതി ജാഗൃതമാവും. സ്മൃതി നമ്മളുടെ ഉള്ളിൽ എങ്ങനെ വരും? ആഹാരശുദ്ധൗ സത്വശുദ്ധി സത്വശുദ്ധൗ ധ്രുവാ സ്മൃതി. ഇത് ഉപനിഷത്ത് പറയണത്. സത്വഗുണം ശുദ്ധമായാൽ സ്മൃതി ധ്രുവമാവും. നിരന്തര സ്മൃതി ഉള്ളിൽ ഉണ്ടാവും. അവിഛിന്നമായ സ്മൃതി ഉള്ളിലുണ്ടാവും. മുമ്പിലിരിക്കാമല്ലോ സമയം. അപ്പൊ അവിഛിന്നമായ സ്മൃതി, അതിനാണ് ഉദ്യമം. യുദ്ധ്യച്ച് പ്രാരബ്ധത്തിന് വേണ്ടി ഒന്നും വേണ്ട. പ്രാരബ്ധായ സമർപ്പിതം സ്വവപുഹു ഇത്യേഷാ മനീഷാ മമ എന്നാണ്. പ്രാരബ്ധം അങ്ങോട്ട് വിട്ടുകൊടുത്താൽ പ്രാരബ്ധം ഇങ്ങനെ നടന്നോളൂ. അർജുനന് യുദ്ധം ചെയ്യാനായിട്ട് ചിന്തിക്കൊന്നും വേണ്ട. അർജുനൻ പറഞ്ഞു ഞാൻ ഭിക്ഷ എടുക്കാമെന്ന് പറഞ്ഞു. അത് ചിന്തിക്കണം. ദേവി ഭാഗവതത്തില് ജനകനും ശുഗബ്രഹ്മ മഹർഷിയും കൂടി ഒരു സംവാദമുണ്ട്. അപ്പൊ ജനകൻ ഉപദേശിക്കുന്നതായിട്ടാണ് സന്ദർഭം. അപ്പൊ അവിടെ പറയണുണ്ട്, ജനകനോട് ചോദിക്കുന്നു, നിങ്ങള് തത്വനിശ്ചയം വന്ന ആളാണ്, പക്ഷെ രാജ്യഭരണമൊക്കെ ചെയ്യണ്ടല്ലോ, അപ്പൊ മനസ്സുപയോഗിക്കണ്ടേ, ചിത്തവൃത്തികൾ വേണ്ടേ? അപ്പൊ ജനകൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭിക്ഷാടനാദി വൃത്തികൾക്ക് ചിത്തവൃത്തി വേണ്ടേ? ഭിക്ഷ എടുക്കണമെങ്കിൽ ഇതിനൊക്കെ ചിത്തവൃത്തി വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ശുഗബ്രഹ്മ മഹർഷി പറഞ്ഞു, അതിനിപ്പോൾ ഇത്തിരി അല്പല്ലേ വേണ്ടു. ശങ്കരാചാര്യരും പറയണത് അതാണ് ഭാഷ്യത്തില്. ദേഹത്തിനെ നിലനിർത്തിക്കൊണ്ടുപോവാനുള്ള കർമ്മം അത്രയേ, അത് യതിധർമ്മമാണത്. അത് ഗൃഹസ്ഥധർമ്മമല്ല, യതിധർമ്മമാണ്. ആ കാര്യം പറഞ്ഞു. അപ്പോൾ ജനകനപ്പോൾ പറഞ്ഞു, അത്രയും ചിത്തവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ രാജ്യം ഭരിച്ചോളൂ.
അത്രയും ചിത്തവൃത്തി മതി എനിക്ക്. കാരണം പരമ്പരയായിട്ടുള്ള രാജാക്കന്മാരാണ്. അതുകൊണ്ട് രാജ്യം ഭരിക്കുമ്പോൾ മനസ്സേ പ്രവർത്തിക്കില്ല. പ്രവർത്തിച്ചോളും, തനിയെ അത് ഭംഗിയായിട്ട് നടന്നോളും. പക്ഷേ ഭിക്ഷയെടുക്കാൻ പോയാൽ ജനകന് പറ്റില്ല, അതേപോലെ അർജുനന് പറ്റില്ല. അതുകൊണ്ട് അർജുനന്റെ വ്യക്തിത്വം, ഈ അഹങ്കാരം, ഉള്ളിലുള്ള അഹങ്കാരം പൊന്തി വരണത് പ്രൊഫഷണൽ ഈഗോ എന്ന് പറയും. അവരവരുടെ പ്രൊഫഷനിലാണ് അത് വരിക മുമ്പിലേക്ക്, ഞാനെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അർജുനൻ പരമേശ്വരനെ പ്രീതിപ്പെടുത്താനായിട്ട് ശ്രീശൈലത്തിൽ തപസ് ചെയ്തു, മല്ലികാർജുനത്തിൽ. അപ്പൊ തപസ് ചെയ്യുമ്പോൾ കിരാതാർജുനി, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കിരാത രൂപനായ ശിവൻ, എന്താ ഇപ്പൊ പറയാ, കിരാതമൂർത്തിയായിട്ട് ഭഗവാന്റെ പ്രതിഷ്ഠ ഉണ്ടല്ലോ. അത് അർജുനനെ ഭഗവാനെ അനുഗ്രഹിക്കണം. പക്ഷെ അർജുനന് തപസ്വിയായിട്ട് ഭഗവാനെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റണില്ല. അർജുനൻ ജപവും തപവും പൂജയൊക്കെ ചെയ്യും. പകുതി അർജുനൻ, മുക്കാൽ ഭാഗം അർജുനൻ ഇല്ല. മുഴുവൻ അർജുനന് കിട്ടണമെങ്കിൽ ആ വില്ല് കയ്യിലെടുത്താലേ വരുള്ളൂ. അപ്പൊ അതാണ് ഭഗവാൻ പറഞ്ഞത്, അർജുനനെ ഒന്ന് ഇളക്കി വന്നിട്ട് ഒരു പന്നിയുടെ മേലെ അസ്ത്രം അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞു. അർജുനൻ പറഞ്ഞു, ഞാനാണ് മുമ്പ് അമ്പെയ്തതെന്ന് പറഞ്ഞു. തനിക്ക് അമ്പയ്യാനേ അറിയില്ല, തനിക്ക് ഈ ധനുർവിദ്യ തന്നെ അറിയില്ല, താനെങ്ങനെ ഈ പന്നിയെ കൊല്ലും എന്ന് ചോദിച്ചു. അത് സഹിച്ചില്ല. തപസ്സൊക്കെ ഒരു ക്ഷണത്തിൽ ധ്യാനമൊക്കെ മറന്നുപോയി. കയ്യിൽ ഗാണ്ഡീവം എടുത്തു. ഗാണ്ഡീവം കൊണ്ട് വേലയൊന്നും നടക്കാതായപ്പോൾ അടിപിടി പരമേശ്വരനുമായി കെട്ടിമറിയാണ്. അപ്പോ എന്താന്ന് വെച്ചാൽ ഈ ശാസ്ത്രം ഞാനിപ്പോൾ പറയാം പിന്നെ. അതായത് ഈ വ്യക്തിത്വം, ഞാൻ എന്ന് പറയുന്ന ഈ വൃത്തി, ജീവാഹന്ത, അത് പൊന്തി ഈശ്വരനുമായിട്ട് അല്ലെങ്കിൽ ഗുരുവുമായിട്ട് അല്ലെങ്കിൽ അധ്യാത്മമായി ഉയർന്ന ഒരു സന്നിധിയുമായിട്ടുള്ള ഒരു സമ്പർക്കം പുലർത്തി. അപ്പോൾ കാര്യം നടന്നു. ഇതാണ് ശങ്കരാചാര്യർ ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞു, ഞാൻ പൂജ ചെയ്യണു, ജപം ചെയ്യണു, ധ്യാനം ചെയ്യണു, സമാധി ചെയ്യണു, നിങ്ങളൊന്നും സന്തോഷിച്ചില്ല. ഒരാൾ വില്ലുകൊണ്ട് അടിച്ചു, അയാൾക്ക് അനുഗ്രഹം ചെയ്തു. ഒരാൾ കല്ലെറിഞ്ഞു, ശാക്യനയനാർ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന് അനുഗ്രഹം ചെയ്തു. അപ്പോ എൻ്റെ വീട്ടിൽ ഒലക്കയും അമ്മിക്കുഴവിയും ഒക്കെ ഉണ്ട്, ഞാൻ എടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിക്കാം. നദിബിർ നുതിബിർ പൂജ വിധിബിർ ധ്യാന സമാധിബിർ ന തുഷ്ട. നദി, നുതി, പൂജാവിധി, ധ്യാന സമാധി, ഇതുകൊണ്ടൊന്നും സന്തോഷിച്ചില്ല. ഇനിയിപ്പോ അശ്മനാവ അശ്മബിർവ ഇഷ്ടം ചേ തഥാകരോമി എന്നാണ്. ഒരു കല്ലോ ഇതൊക്കെ കൊണ്ടുവരണമെങ്കിൽ, ഒക്കെ കൊണ്ടുവന്ന് ശണ്ട കൂടണമെങ്കിൽ ഞാൻ തയ്യാറാവാമെന്ന്. എന്താന്ന് വെച്ചാൽ ഈ ഫീൽഡ് ഓഫ് ആക്ഷൻ, നമ്മളുടെ ആധ്യാത്മികതയുടെ രഹസ്യം അവിടെ കിടക്കുന്നുണ്ട്. അത് തനിയെ കൊഴിഞ്ഞു പോയാൽ സ്വസ്ഥം. പക്ഷേ ആ കൊഴിയുന്ന വരയ്ക്കും ജാഗ്രതയായിട്ടിരിക്കണം. നമ്മളുടെ വ്യക്തിത്വം അവിടെ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗുരുവിൻ്റെ മുമ്പിൽ പോയാലും അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിലൊക്കെ പോയാലും ഒരു കോണ്ടാക്ട് വരണമല്ലോ. കുന്തി പറഞ്ഞു അല്ലേ ഭാഗവതത്തിൽ, എനിക്ക് ദുഃഖം ധാരാളം തരൂ ഭഗവാനെ എന്ന്. എന്താന്ന് വെച്ചാൽ ആ ദുഃഖം വരുമ്പോൾ ഭഗവാന്റെ അടുത്ത് കോണ്ടാക്ട് വരുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ വരണില്ല, അതിങ്ങനെ റെഡിമെയ്ഡായിട്ട് മെക്കാനിക്കലായിട്ട് ചൊല്ലി തീർത്തു പോവുകയാണ് അല്ലേ. ഇപ്പം എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് എല്ലാവരും ചിരിക്കണം. അതെല്ലാവർക്കും മനസ്സിലാവണ കാര്യമാണ്. അപ്പോൾ ദുഃഖം വിഷമമൊക്കെ വരുമ്പോൾ നോക്കൂ, ഭട്ടതിരിയുടെ നാരായണീയത്തിൻ്റെ പവറ് ശ്രീപാദ സപ്തശതിയിലൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ അതിൽ ആ കോണ്ടാക്ട് അങ്ങനെയാണ്. ഒരു വിഷമം തീർക്കാനായിട്ട് ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ശരിയായ കോണ്ടാക്റ്റാണ്. ദുഃഖം കൊണ്ടോ അതൊക്കെ സമാധിയായിട്ട് തീരാണ്. അപ്പോൾ ആ ഒരു യോഗം, സംരംഭയോഗം എന്ന് ഭാഗവതത്തിൽ നാരദൻ പറഞ്ഞു. ഏതെങ്കിലും വിധത്തിൽ യോഗം ഉണ്ടാവുകയാണ്, ഏതെങ്കിലും വിധത്തിൽ യോഗം ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മളുടെ വൃത്തി മൊത്തത്തിൽ മൈൻഡ് കളക്റ്റീവായിട്ട് പൊന്തും. ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം പൊന്തും. ആ വ്യക്തിത്വം ശരിക്കും ആത്മവിചാരം ചെയ്യുമ്പോൾ അത് എവിടെ ഹൃദയസ്ഥാനത്തിൽ ഉദിക്കുന്നോ ആ ഹൃദയസ്ഥാനത്തിൽ തന്നെ അടങ്ങി അവിടെയുള്ള ചിത്തിൽ അതിരിക്കണം സ്വസ്ഥമായിട്ട്. അത് സാധിക്കാത്തത് കൊണ്ട് അതേ സ്റ്റേറ്റിലിരിക്കുന്ന വെളിയിലുള്ള ഒരാൾ, അതാണ് നമ്മൾ ഒരു മുക്തപുരുഷനെയൊക്കെ പറയണത്. അതാണ് വെളിയിലുള്ള ഒരു മഹാത്മാവുമായിട്ട് സമ്പർക്കം വന്നാലും സാധിക്കും, ഇല്ലെങ്കിൽ ഒരു ദിവ്യ സന്നിധിയുമായിട്ട് സമ്പർക്കം വന്നാലും സാധിക്കും.
എങ്ങനെയെങ്കിലുമൊക്കെ ഈ അഭിമാനത്തിനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചെന്ന് കളയണം, ശരണാഗതി ചെയ്യണം. ഈ നിശേഷമായ ഈ ജീവഭാവം, അഭിമാനവൃത്തിയുടെ ത്യാഗം അതുണ്ടാവണം. പക്ഷെ ഈ ജീവഭാവം അങ്ങനെയൊന്നും പുറത്തേക്ക് വരില്ല. അതിങ്ങനെ പലയിടത്തും അടങ്ങിക്കിടക്കും. അത് നമ്മളുടെ കർമ്മരംഗത്തിരിക്കുമ്പോൾ നമുക്ക് പൊന്തി പൊന്തി വരും. യുദ്ധം ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ കർമ്മരംഗമാണ്, നമ്മുടെ ജീവിതമാണ്. ഗീത മുമ്പിൽ യുദ്ധഭൂമിയായിട്ട് ചിത്രീകരിക്കണത് അല്ലേ? നമുക്കൊന്നും ഒരു യുദ്ധഭൂമിയിൽ റെസ്റ്റൊന്നും എടുക്കാൻ പറ്റില്ല. യുദ്ധഭൂമിയിൽ 1 മുതൽ 2 മണി വരയ്ക്കും, 1 മണി മുതൽ 2 മണി വരയ്ക്കും ലീവ് എന്ന് പറയാൻ പറ്റില്ല. ചായ കുടിച്ചിട്ട് വരാമെന്ന് പറയാൻ പറ്റില്ല. യുദ്ധം ചെയ്യുന്ന ആളോട് കുറച്ചു നേരം നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. പോയിക്കൊണ്ടേയിരിക്കണം, യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരുപാട് പ്രൊട്ടക്ഷനാണ്. നിങ്ങൾ മഹാഭാരതം കണ്ടാൽ അറിയാം. അതിൻ്റെ നടുക്കാണ് ഈ യുദ്ധം നടക്കുക. അപ്പോൾ ജീവിതം അതുപോലെയാണ്. നമുക്ക് ഇങ്ങനെ നമ്മുടെ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, കർമ്മം നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഭഗവാൻ തരുന്ന ചാലഞ്ച് കർമ്മമല്ല, യോഗമാണ്. ഈ കർമ്മം തന്നെ കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് കർമ്മം നമുക്ക് തടുക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് അർജുനൻ തുടങ്ങിയത്. ഭഗവാൻ പറഞ്ഞു അത് തടുക്കാൻ പറ്റില്ല, നിനക്ക് ചോയ്സും ഇല്ല, അതിൽ നിനക്ക് തടുക്കാനും പറ്റില്ല. ഞാൻ ചെയ്യില്ല എന്നൊക്കെ. അഹങ്കാരമാശ്രിത്യ നയോത്സയിതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. അഹങ്കാരം കൊണ്ട് ഞാനൊന്നും യുദ്ധം ചെയ്യില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ വെറുതെ പറയാണ്, പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. വിവേകാനന്ദ സ്വാമികളുടെ കഥ ഇതെല്ലാം അവിടെ പറഞ്ഞു. അഭേദാണ് രാമകൃഷ്ണദേവന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ ചെന്ന് പഠിപ്പിക്കാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രാമകൃഷ്ണദേവൻ പറഞ്ഞു, നിന്റെ ഓരോ കോശവും ചെയ്യുമെന്നാണ്. ചിന്മയാനന്ദ സ്വാമി ആദ്യമായിട്ട് ആ പൂനെയിലെ ഗീതായജ്ഞം തുടങ്ങുമ്പോൾ തപോവൻ സ്വാമിയുടെ അടുത്ത് പോയി അനുമതി ചോദിച്ചു. ആദ്യം തപോവന സ്വാമി കൊടുത്തില്ല. തപോവന സ്വാമി പറഞ്ഞു, ആരും കേൾക്കില്ല, ഇതൊന്നും മനസ്സിലാക്കാൻ ആളുകൾ വരില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു 6 പേര് വരികയാണെങ്കിൽ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് 6 പേരുണ്ടായിരുന്നു. അത്രയും 6 പേര് ഉണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ, പക്ഷേ നിന്നോട് തന്നെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. നിന്നോട് തന്നെ സംസാരിച്ചോളാം. അപ്പോൾ അങ്ങനെ ആരംഭിച്ചതാണ് ആ യജ്ഞം. അപ്പോൾ ആ കർമ്മം തടുക്കാൻ പറ്റില്ല, അത് നടന്നാവണം. അതിങ്ങനെ ഒരു ഒഴുക്കാണത് ആ കർമ്മം. പക്ഷേ ചെയ്യേണ്ടത് എന്താ? യോഗ കർമ്മസു കൗശലം. കർമ്മം ചെയ്യുന്നതിൽ കൗശലം എന്താണെന്ന് വെച്ചാൽ മാമനുസ്മരാണ്, യുദ്ധച്ച അല്ല. ആളുകൾ ചിലപ്പോഴൊക്കെ ട്രാൻസ്ലേഷൻ നമുക്ക് കാണാം. യോഗ കർമ്മസു കൗശലം എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ പലപ്പോഴും നിങ്ങൾ നോക്കിയാൽ സ്കിൽ ഇൻ ആക്ഷൻ, ഡെക്സ്റ്ററിറ്റി ഇൻ ആക്ഷൻ എന്ന് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടാവും. സ്കില്ലല്ല അത്. അപ്പം നല്ലവണ്ണം കർമ്മം ചെയ്യുന്നവരൊക്കെ യോഗികളാവും. നല്ല ഭംഗിയായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നവരിപ്പോൾ ഒരു ചില തീവ്രവാദികളൊക്കെ, ടെററിസ്റ്റൊക്കെ ഒരാൾക്കും അറിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട, അവരൊക്കെ യോഗികളാവും. കള്ളം ചെയ്യുന്നവർ, ഇപ്പം നമ്മളുടെ ബാങ്ക് എന്നുള്ളതൊക്കെ കക്കണവരില്ലേ, അവർ ഇപ്പം ഈയിടെ പോലും നമുക്കറിയണ ഒരു ഭക്തൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. അദ്ദേഹത്തിന് ഇങ്ങനെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ബാങ്കിലുള്ളത് മുഴുവൻ അവരെടുത്തു. അപ്പം അവരൊക്കെ യോഗികളാവും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ കർമ്മസു ഈ കൗശലം യോഗ എന്നാണ് ഭാഷ്യക്കാരൻ. യോഗസ്ഥിതി വിട്ടുപോവാതിരിക്കാനാണ്. കർമ്മം എപ്പോൾ വിട്ടുപോകുമോ അപ്പോൾ വിട്ടുപോകട്ടെ. ഇപ്പോൾ ഗോപസ്ത്രീകൾക്കൊക്കെ ഭഗവാന്റെ വേണുഗാന ശ്രവണം ചെയ്തപ്പോൾ പാചകം പകുതിയിലിട്ടിട്ട് പോയി, വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ അത് ബക്കറ്റ് ചോട്ടിലിട്ടിട്ട് പോയി, കുട്ടി അവിടെ വെച്ചിട്ട് പോയി എന്നൊക്കെയാണ് കഥ. എന്താണെന്ന് വെച്ചാൽ കർമ്മം പൂർണ്ണമായി. എപ്പോൾ ഭഗവത് സാക്ഷാത്കാരം വന്നു, എപ്പോൾ ഭഗവത് ശരണാഗതി വന്നു അഥവാ ജ്ഞാനം വന്നു, അവിടെ കർമ്മം അവസാനിച്ചു. അവിടെയാണ് കർമ്മത്തിന്റെ പൂർത്തി. അല്ലാതെ ഈ കർമ്മം അവസാനിക്കൊന്നുമില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്ന് തുടങ്ങും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്ന് തുടങ്ങും. ഒന്നിന് വിത്തിട്ടിട്ടേ ഒന്ന് അവസാനിക്കുള്ളൂ. നിങ്ങളിപ്പോൾ ഉപദേശസാരം, ഭഗവാൻ രമണ മഹർഷിയുടെ ഉപദേശസാരം വായിച്ചാൽ കൃതിമഹോദധൗ പതന കാരണം ഫലമശാശ്വതം ഗതിനിരോധകം. ഇതാണ് സംസ്കൃതം. കൃതി മഹോദധൗ, സംസാര കർമ്മങ്ങളാവുന്ന വലിയ കടലിൽ ചാടിക്കും.
നമ്മളുടെ ഗതി, നമ്മളുടെ സ്പിരിച്വൽ എവല്യൂഷൻ ഒക്കെ തടസ്സപ്പെടും. ഗതി നിരോധകം. ഇത് തമിഴിൽ കുറച്ചുകൂടെ വിസ്താരമാണ്. വിനയിൻ വിളൈവ് വിളിവുற்று വിത്തായി വിനൈക്കടൽ വീഴ്ത്തിടും ഉന്തീപ്പറ വീട് തരൽ ഇല്ല. അത് ഫ്രീഡം തരില്ല, സ്വാതന്ത്ര്യം തരില്ല. വിത്തായി, ഒരു വിത്ത് ഇട്ടിട്ടേ അവസാനിക്കുള്ളൂ എന്നാണ്. ഒരു കർമ്മം അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊരു കർമ്മത്തിൻ്റെ വിത്ത് പാകി അത് പോകും, വേറെ ഒരാളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോണ പോലെ. നമുക്ക് തന്നെ കാണാം ഇത്. പലരും പറയും, ഈ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ തിരുവണ്ണാമലയിൽ വന്ന് ഇരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ വീടൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ കാലിയായിട്ട്. ഇഷ്ടം പോലെ വീടുകൾ. അവർ പണമുണ്ട്, വീട് വാങ്ങി ആരെങ്കിലുമൊക്കെ സാധുക്കൾ സുഖമായിട്ടിരിക്കും. ചിലരൊക്കെ അവസാനം ആ സാധുക്കൾക്ക് തന്നെ എഴുതി കൊടുത്തിട്ട് പോയവരുണ്ട്. വരാൻ പറ്റില്ല. അപ്പോൾ കർമ്മം അവസാനിക്കണില്ല, കർമ്മം അവിടെ നിൽക്കണു. പക്ഷേ അനുസ്മര, അതാണ് നമ്മളുടെ മുമ്പിലുള്ള ചാലഞ്ച്. ആ അനുസ്മൃതി എന്ന് വെച്ചാൽ അവിഛിന്ന സ്മൃതിയാണ്. സ്മൃതി ജാഗൃതമായി ഇല്ലേ. ഇപ്പോൾ ഗീത അവസാനിക്കുമ്പോൾ തന്നെ അർജുനൻ പറയണത് നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ ത്വത് പ്രസാദാത് മയാച്യുത സ്ഥിതോസ്മി ഗത സന്ദേഹ കരിഷ്യേ വചനം തവ. എൻ്റെ സംശയമൊക്കെ പോയി ഉള്ളില് സ്വരൂപസ്മൃതി ജാഗൃതമായി. ഇനിയിപ്പോൾ എന്താ, അതോടുകൂടെ നിർത്താതെ അർജുനൻ പറഞ്ഞു, ഇനി എന്താ പ്രാരബ്ധം എന്ന് വെച്ചാൽ ചെയ്യാം എന്നാണ്. ഒന്നുകൊണ്ടും സ്മൃതി നഷ്ടമാവില്ല. ഭഗവാൻ രമണ മഹർഷി ഒരു ദൃഷ്ടാന്തം പറയണത്, ഒരു പുരുഷൻ പെൺവേഷം കെട്ടി നാടകത്തിൽ എന്ത് റോള് കളിച്ചാലും, എത്ര തന്മയമായി അഭിനയിച്ചാലും അയാൾ ഞാൻ പുരുഷനാണെന്നുള്ളത് മറക്കില്ല. ഇനിയിപ്പോൾ അത് തിരിച്ച് ഓർമ്മിക്കാൻ വേണ്ടി ധ്യാനം ആവശ്യമില്ല. ഈ വേഷം അഴിച്ച ശേഷം ഇനി മേലാൽ ഞാൻ പുരുഷനാണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പുരുഷത്വം സ്വതസിദ്ധമാണ്. അതുപോലെ നമ്മളുടെ സ്വരൂപം നമുക്ക് സ്വതസിദ്ധമാണ്, നിത്യസിദ്ധമാണ് വസ്തു. നിത്യസിദ്ധമായ വസ്തുവിനെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ശാസ്ത്രമോ ഗുരുവോ ഒക്കെ ചെയ്യണത്. തത്വമസി എന്ന് മഹാവാക്യം എന്താ? നിത്യസിദ്ധമായ വസ്തുവിനെ ഓർമ്മിപ്പിക്കുകയാണ്. മൂക്കത്ത് കണ്ണട വെച്ച് അതിലൂടെ കണ്ണട കാണാനില്ല ഞാൻ തരികയാണ്. ഇതാ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് അയ്യേ എന്ന് പറയും ഇല്ലേ, ഇതാണോ ഞാൻ തെരഞ്ഞതെന്ന് പറയും. അതുപോലെ നമുക്ക് നിത്യസിദ്ധമായി നമ്മളുടെ ഉള്ളിലുള്ള സ്വരൂപത്തിനെ ആണ് നമ്മൾ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് അന്വേഷിക്കണത്. അത് കണ്ടു കഴിയുമ്പോൾ ആ സ്മൃതി ബോധജന്യ സ്മൃതിയാണത്. അത് ക്രിയാജന്യ സ്മൃതിയോ ദ്രവ്യജന്യ സ്മൃതിയോ സംബന്ധജന്യ സ്മൃതിയോ അല്ല, ബോധജന്യ സ്മൃതി എന്ന് വെച്ചാൽ കോൺഷ്യസ്നെസ് ബിക്കംസ് കോൺഷ്യസ് ഓഫ് ഇറ്റ് സെൽഫ്. ഇനിയിപ്പോൾ അത് പോവില്ല. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ഒരു കാലത്തും മറന്നിട്ടുമില്ല എന്ന് മനസ്സിലാവും. അത് മറക്കാനോട്ട് സാധിക്കില്ല. അത് നിത്യസിദ്ധമാണത്. ആ അനുഭവം സുഷുപ്തിയിലും ഉണ്ടെന്ന് പറയും. സുഷുപ്തിയിൽ ചിലരൊക്കെ വേദാന്തം അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ട് സുഷുപ്തിയിലും ജ്ഞാനി ബോധവാനായിരിക്കും, അതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ നോക്കും അവർ. സുഷുപ്തിയിൽ ഇങ്ങനെ അവെയർ ആവാൻ പറ്റുമോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലവണ്ണം നിധിധ്യാസനം സമ്പന്നമാവുമ്പോൾ അറിയാം അപരിലുപ്ത ചൈതന്യ സ്വഭാവ എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. ഈ ചൈതന്യത്തിന് അതിൻ്റെ സ്വഭാവം, സ്വാഭാവികമായ പ്രകാശം ലുപ്തമേ ആവില്ല. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ സുഷുപ്തി എന്നുള്ള അവസ്ഥയെ നല്ലവണ്ണം നിധിധ്യാസനം ചെയ്ത് നോക്കുമ്പോൾ അറിയാം അത് സ്വരൂപമാണ്. അത് സ്വരൂപമാണ്. അതിലാണ് ഈ സ്വപ്നത്തിൻ ജാഗ്രതൊക്കെ വരുന്നത്. പക്ഷെ ഉറങ്ങിയാൽ ഞാനൊന്നും വരില്ല. ആ അവസ്ഥയെ അനുസന്ധാനം ചെയ്ത് നോക്കാനാണ്. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ചോദിച്ചു. ഒരുപാട് സ്ഥലത്ത് മഹർഷി സുഷുപ്തി പറയണ്ട. അപ്പോൾ ചോദിച്ചു ഭഗവാൻ, ദെൻ ഡു യു സേ ദ ഡീപ് സ്ലീപ്പ് ഈസ് സെൽഫ് റിയലൈസേഷൻ? ഭഗവാൻ പറഞ്ഞു ഇറ്റ് ഈസ് സെൽഫ്. മന്ത്രമാണ്. ഇറ്റ് ഈസ് സെൽഫ്. റിയലൈസേഷൻ ഇല്ല. റിയലൈസേഷൻ ഇവിടെയാണ് വേണ്ടത്, ജാഗ്രതത്തിലാണ് വേണ്ടത്. അവിടെ ആരും റിയലൈസേഷൻ ഒന്നും അന്വേഷിക്കണില്ല. ജാഗ്രതത്തിലാണ് റിയലൈസേഷൻ വേണ്ടത്. പ്രജ്ഞാനഘനം എന്നാണ് ശ്രുതി പറയുന്നത്. അതിനെ ഒന്ന് ഓർത്തു നോക്കിയാൽ നമുക്ക് അനുഭവമുള്ളതാണ്. നമുക്ക് പ്രതിദിനം ഡീപ്പ് സ്ലീപ്പ്, സുഷുപ്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് അറിയില്ല, ഡീപ്പ് സ്ലീപ്പ്, സ്വപ്നം പോലും ഇല്ലാത്ത ഉറക്കം, ആ അവസ്ഥയിൽ നമ്മൾ പ്രതിദിനം അനുഭവിക്കുന്ന ഒരു ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ ശരീരമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല,
എന്തിനു പറയണു? ഞാൻ പോലും ഇല്ല. അല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ. ഞാൻ എന്നുള്ള വൃത്തിയില്ല. വീണ്ടും പറയാണ്, ഞാൻ പോലും ഇല്ല എന്ന് ആദ്യം പറഞ്ഞ ഞാൻ എന്നുള്ള വൃത്തിയില്ല. പക്ഷെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോ ഈ വൃത്തി ഞാനല്ല. ഈ വൃത്തി ടെമ്പററിയാണ്. ഈ ആധാർ കാർഡ് ആസാമി അവിടെ ഇല്ല. ഈ ആധാർ കാർഡിന്റെ ആള് അവിടെ പോയി. അവിടെ ആധാരം എന്താണ്? വാസ്തവമായ ഒരു ആധാരം. അത് നല്ലവണ്ണം മനനം ചെയ്ത ആളുകൾക്കറിയാം. ജാഗ്രത്തിലും അതുണ്ട്, സ്വപ്നത്തിന് പുറകിലും അതുണ്ട്. അതിലാണ് ജാഗ്രത് സ്വപ്നം. അതുകൊണ്ട് ഭാഷ്യത്തിലൊക്കെ പല സ്ഥലത്തും ശങ്കരാചാര്യർ ജാഗ്രത് സ്വപ്നം സുഷുപ്തി പറയണേയില്ല. ജാഗ്രത് സ്വപ്നേ എന്ന് പറയുള്ളൂ. ജാഗ്രത് സ്വപ്നവും മാത്രമേ പറയുള്ളൂ. അപ്പോ അധിഷ്ഠാനമാണത്. അതിനെ ജാഗ്രത്തിൽ അറിയുമ്പോൾ അത് തുരീയ സംജ്ഞകമായിട്ട് തീരും. ജാഗ്രത്തിൽ വെച്ച് അതിൻ്റെ സ്വരൂപം എന്താണെന്ന് അറിയുമ്പോൾ കോൺഷ്യസ് ആയിട്ട് നമ്മളുടെ പുറകില് ആ ഒരു അധിഷ്ഠാനം ഉണ്ട്. നമ്മൾ കോൺഷ്യസ് ആവുന്നു, ബോധപൂർവമാവുന്നു. അതാണ് ആചാര്യൻ ചെയ്യുന്ന കാര്യം. അതാണ് നമ്മുടെ ഹരിനാമ കീർത്തനകാരൻ പറഞ്ഞു, ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യരൂപ ഹരിനാരായണായ നമ. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുളിൽ. ഈ ആശയം കേനോപനിഷത്ത് പറയുന്ന ചക്ഷുഷക്ഷുഹു എന്നുള്ളത് ഒരുപാട് നമ്മുടെ മഹർഷി അക്ഷരമണമാലയിലൊക്കെ പോലും ഈ ആശയം പറയുന്നത്. ഇതൊക്കെ വേദാന്തത്തിൽ ഓരോരോ പ്രക്രിയകളാണ്. കണ്ണിற்கு കണ്ണായി കണ്ണിன்றി കാണുനൈ കാണുവതിയവർ പാർ അരുണാചല. കണ്ണിന് കണ്ണായി ഒരു കണ്ണില്ലാതെ എല്ലാം കാണുന്ന അങ്ങേ എങ്ങനെ കാണും എന്നാണ്. എല്ലാത്തിനും പ്രകാശമായിട്ടിരിക്കുന്ന പ്രജ്ഞാനേത്രോ വൈ ലോകഃ. പ്രജ്ഞാനേത്രം എന്നാണ് സ്വയം പ്രകാശമായ ബോധം. അത് നമുക്ക് നമ്മളുടെ സ്വരൂപമാണ്. നമുക്കൊക്കെ ഉള്ള അനുഭവമാണ്. നമുക്ക് ആ അനുഭവം ഒന്നും നഷ്ടമൊന്നും ആയിട്ടില്ല. നമ്മൾ നഷ്ടമായി എന്ന് വിചാരിച്ചു, വീണ്ടും ഓർമ്മിപ്പിക്കുക. അതാണ് സ്മൃതിർലബ്ധ എന്ന് പറഞ്ഞത്. സ്മൃതിയാണ്. വീണ്ടും ഒന്ന് ഓർത്തു, ഓ ഇത് ഇത്ര എളുപ്പമാണോ എന്നാണ്, ഇത്രയും അടുത്തുള്ള വസ്തുവാണോ, ഇതിനെയാണ്. അതുകൊണ്ടാണ് അതിന് ഉപനിഷത്ത് എന്ന് പേര്. വളരെ വളരെ അടുത്തുള്ളത്, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളത്, വെരി ഇൻറ്റിമേറ്റ്, വളരെ അടുത്താണ്. ഉപ സമീപേ നിഷീദതി, അവസ്ഥിതം. വളരെ അടുത്തായിട്ടിരിക്കുന്ന വസ്തുവിനെയാണ് ഇവിടെ അവിടെ അവിടെയൊക്കെ ആയിട്ട് അന്വേഷിക്കുന്നത്. അത് നമ്മളുടെ സ്വരൂപമാണ്. സ്വബോധേന അന്യബോധേച്ഛ ബോധരൂപതയാത്മനഃ ന ദീപസ്യ അന്യദീപേച്ഛ യഥാ സ്വാത്മപ്രകാശനെ. തൻ്റെ ബോധത്തിനെ അറിയാൻ മറ്റൊരു ബോധം വേണ്ട. ഇന്ദ്രിയങ്ങളോ കണ്ണോ മൂക്കോ ഒന്നും വേണ്ട. ഇപ്പം ഞാനിവിടെ ഇരുന്ന് നിങ്ങളുണ്ട് എന്ന് എനിക്കറിയണം, നിങ്ങൾക്ക് എന്നെ അറിയുന്നുണ്ട്, ഈ റൂമൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ കണ്ണൊന്നടച്ചാൽ നിങ്ങളുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഒരു ഗീതാ ടീച്ചർ ഉണ്ടായിരുന്നു, ഏകനാഥ് ഈശ്വരൻ. നല്ല മലയാളിയാണ് അദ്ദേഹം, പക്ഷെ വളരെ പ്രസിദ്ധനായ ടീച്ചറാണ്. ഇംഗ്ലീഷിൽ നല്ല രസമായിട്ട് അദ്ദേഹം എഴുതും. അപ്പം അദ്ദേഹം ഒരു സന്ദർഭം പറയുന്നു, അമേരിക്കയിൽ ഫസ്റ്റ് പോയി മെഡിറ്റേഷൻ ടീച്ചറായിട്ടാണ് പോയത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ക്ലോസ് യുവർ ഐസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ധ്യാനത്തിലായി കണ്ണടച്ചു, ഓം ജപിച്ച് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും ഓം ജപിച്ചു. എന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞാൽ ഒരാളും എണീക്കണില്ല. അപ്പം അദ്ദേഹത്തിന് തോന്നി ഇത്ര അഗാധ ധ്യാനമോ. പിന്നെ എഴുന്നേറ്റ് അദ്ദേഹം ലൈറ്റ് ഇട്ടപ്പോൾ ഒറ്റ ആളില്ല റൂമിൽ, എല്ലാവരും പോയിരുന്നു. അപ്പോൾ അറിയില്ല അല്ലേ, ഉണ്ടോ ഇല്ലയോ. നല്ല അന്ധകാരാണെങ്കിൽ മറ്റുള്ളവരുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. നേരെ മറിച്ച് നമ്മളുണ്ടോ ഇല്ലയോ സംശയം വരണില്ലല്ലോ ആർക്കും. അവനവൻ്റെ അസ്തിത്വത്തിൽ ഒരു വിധത്തിലും സംശയം. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അത് ശരീരത്തിൻ്റെ അസ്തിത്വമാണോ? നമ്മൾ ഇത്ര കണ്ട് ശരീരം, ശരീരാഭിമാനം എന്നൊക്കെ കുറച്ച് വേദാന്തമോ അധ്യാത്മമോ പഠിക്കണവരൊക്കെ പറയാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ നമുക്ക് ശരീരബോധമുണ്ടോ? അഭിമാനം വേണമെങ്കിൽ ഉണ്ട്. ബോധമോ? ശരീരത്തിനെയൊക്കെ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുകയാണ് ഇല്ലേ? ബയോളജിയും അനോട്ടമിയും ഒക്കെ ആയിട്ട് പഠിക്കുകയാണ്. അത് കഴിഞ്ഞ് MBBSും അവിടെ ഇവിടെയൊക്കെ ആയാൽ അവർക്കും പാവം ഒരു ലിമിറ്റിന് മേലൊന്നും പിടികിട്ടണില്ല.
നമുക്ക് ലിവർ, കിഡ്നി, ഹാർട്ടൊക്കെ വരച്ചാണ്. നമ്മളുടെ ലിവറൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല, നമ്മളുടെ കിഡ്നി കണ്ടിട്ടില്ല, ഹാർട്ട് കണ്ടിട്ടില്ല, റെസ്പിറേറ്ററി സിസ്റ്റം കണ്ടിട്ടില്ല, സെറിബ്രൽ മാറ്റർ കണ്ടിട്ടില്ല, ഒന്നും മുതുകെ കണ്ടിട്ടില്ല, ഇത് തന്നെ കണ്ടിട്ടില്ല. ഒക്കെ പരോക്ഷമാണ്, ഇൻഡയറക്റ്റ് ആണ്. അപ്പൊ ഈ ശരീരം എത്ര കണ്ട് നമുക്കറിയും? വെറും അനാത്മ വസ്തു, ജഡം, അറിയില്ല. അത് ഇപ്പോൾ ഗ്രഹങ്ങളെയൊക്കെ പറയുന്ന പോലെയാണ് നമ്മളുടെ ഉള്ളിലുള്ള ഓരോ അംഗങ്ങളെയും പറയണത്. നമ്മൾ ആ ഗ്രഹമുണ്ട്, ഈ ഗ്രഹമുണ്ട് എന്നൊക്കെ പഠിച്ച പോലെ നമ്മൾ പറയണു നമ്മളുടെ ഉള്ളിലും ഇന്ന വസ്തുക്കളുണ്ട് എന്നൊക്കെ. വാസ്തവത്തിൽ നമുക്ക് ഒരു സിമ്പിൾ ഒരു അവയർനെസ് അത്രയേ നമുക്കറിയുള്ളൂ, അഹം. അതാണ് ശങ്കരാചാര്യര് മുഴുവൻ വേദാന്തവും അവസാനിപ്പിച്ചു. യുഷ്മദസ്മത് പ്രത്യയ ഗോചരയോഹോ വിഷയവിഷയിണോഹോ തമഃ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ. അസ്മത് പ്രത്യയം, ഞാൻ എന്നുള്ള അനുഭവം പ്രകാശം, ബാക്കിയൊക്കെ ഇരുട്ടെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ വേദാന്തം, ഇത്രേ പഠിക്കാനുള്ളൂ. നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ അറിഞ്ഞാലും എല്ലാ പഠിപ്പും ഇരുട്ടാണെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്കത് സ്വയമേവ അറിയപ്പെടില്ല. സ്വയമേവ അറിയപ്പെടുന്ന സിമ്പിളായിട്ട് ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ എന്നുള്ള ശുദ്ധമായ ബോധം. അത് സ്വതന്ത്രമുമാണ്. അത് തനിയെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് സുഷുപ്തിയെ പറഞ്ഞത്. സുഷുപ്തിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു വേദനയുമില്ല, ആർക്കുമില്ല. അവിടെ ജ്ഞാനി അജ്ഞാനി മഹാത്മാ ദുരാത്മാ ഒന്നുമില്ല. തത്ര മാതാ അമാതാ ഭവതി, പിതാ അപിതാ ഭവതി, ബ്രാഹ്മണ അബ്രാഹ്മണോ ഭവതി, സ്തേന അസ്തേനോ ഭവതി, ഭ്രൂണ അഭ്രൂണ ഭവതി എന്നൊക്കെ ശ്രുതി പറഞ്ഞു. അവിടെ അമ്മ, അച്ഛൻ, ബന്ധുക്കള്, ക്രിമിനൽ ഒന്നുമില്ല. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞത് സുഖമായിട്ടിരിക്കണം. എന്തേ? ആ സുഖത്തിൽ ഞാൻ എന്നുള്ള തോട്ട് പോലും ഇല്ല, മൈൻഡില്ല, ബുദ്ധിയില്ല, ഒന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു അധിഷ്ഠാനം, ഇതാണ് മഹാപുരുഷന്മാർ ആരെയും പ്രത്യേകിച്ചൊന്നും ദുഷ്ടനും എന്നൊന്നും കരുതുന്നില്ല. എത്ര വലിയ അയാളുടെ ഉള്ളിലിതുണ്ട്. ഒന്ന് തൊട്ട് വിളിച്ചുണർത്തിയാൽ അത് വരും. ഒന്ന് വിളിച്ചുണർത്തിയാൽ മതി. നീ ശുദ്ധമാണ്, നീ പൂർണ്ണമാണെന്ന് പറഞ്ഞാൽ അത് എണീക്കണം. നമുക്ക് അത്ര കണ്ട് ട്രസ്റ്റ് അതിലുണ്ടെങ്കിൽ അത് എണീക്കും എന്നാണ്. അത് എണീക്കണം. ആ ശുദ്ധമായ അധിഷ്ഠാനം ഉള്ളിലുണ്ട്. ആ ശുദ്ധമായ അധിഷ്ഠാനം ആദ്യം നമ്മളുടെ ഉള്ളിലുണ്ട്, നമ്മൾ കാണണോ അത്. ആ അധിഷ്ഠാനം ഒരു വിധത്തിലുള്ള കളങ്കവുമില്ലാതെ, മനസ്സിന്റെ ഒരു ദോഷമില്ലാതെ, ശരീരത്തിന്റെ ഒരു കർമ്മം കൊണ്ട് സ്പർശിക്കപ്പെടാതെ അതങ്ങനെ നിർമ്മലമായിട്ട് ഉള്ളിലിരിക്കുന്നുണ്ട്. അത് നിത്യസിദ്ധമാണ്. അത് പ്രതിദിനം സുഷുപ്തിയിൽ നമ്മൾ അതിനെ ഒരു ഇൻറ്റ്യൂഷൻ കാണുന്നു, നമുക്കതൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഇപ്പോഴും നമുക്കത് നോക്കുമ്പോൾ ഈ ഞാൻ എന്ന് പറയുന്ന അനുഭവം സ്വതസിദ്ധമാണ്, അത് സ്വയം പ്രകാശമാണ്. ബാക്കിയൊക്കെ ഇരുട്ടാണ്, മനസ്സടക്കം. മനസ്സിനെയൊക്കെ കുറച്ച് നിയമനം ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, ഒക്കെ ശരി. പക്ഷേ അതൊന്നും ശാശ്വതമല്ല. അതൊക്കെ തന്നെ മനസ്സും സത്വരജസ്തമോ ഗുണങ്ങളുടെ മണ്ഡലാണ്. ചാന്തോക്യോപനിഷത്ത് പറഞ്ഞു, ശരീരം ഈ ലോകമാണ്, മനസ്സ് ബാക്കിയുള്ള എല്ലാ ലോകങ്ങളുമാണെന്ന് പറഞ്ഞു. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരീരം വളരെ സിമ്പിളാണ്, പാവമാണ്, സാധു. അതിൻ്റെ ഉള്ളിൽ പെട്ടാലുണ്ടല്ലോ തതോ ഭൂയ ഇവ തമഹായൗ സംഭൂത്യാകും രഥാഹ. ആ മണ്ഡലം അതിന് ആദ്യ അന്തമൊന്നുമില്ല, അതിങ്ങനെ പോകും. എല്ലാ ബ്രഹ്മലോക പര്യന്തം മനസ്സിൻ്റെ ഉള്ളിലൂടെയാണ് ട്രാവൽ. ശരീരം ഇവിടെ കുഴിച്ചിട്ട് കളയും, അല്ലെങ്കിൽ കത്തിച്ച് കളയും. ഈ യാത്ര ലിംഗശരീരത്തിൻ്റെയാണ്. അപ്പം ആ ലിംഗശരീരവും അല്ല, അതിനും പുറകിൽ ശുദ്ധമായ സത്ത, ചൈതന്യം, വളരെ സിമ്പിൾ. അത് സദ്യോമുക്തി എന്നാണ്. സദ്യോമുക്തി എന്നാണ്. വേണോ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ കിട്ടുമെന്നാണ്. ഇപ്പോൾ ഗുരു ഇങ്ങനെ പറഞ്ഞു, ശിഷ്യൻ ഇങ്ങനെ കേട്ടു, കഴിഞ്ഞു. ഈ ആശയം വേദാന്തത്തിൻ്റെ മക്കുട്ടമാണത്. ഒരു ഗുരു അനുഭവത്തിൽ നിന്ന് ഈ വാക്ക് പറയണു, ശിഷ്യൻ അതങ്ങോട്ട് എടുക്കണു, കഴിഞ്ഞു. ഇത്രയോ ഈ ആശയം ഉള്ളിലങ്ങോട്ട് തെളിവായി കഴിയുമ്പോൾ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അത് മുമ്പേ ആ ഒരു ആശയമായി പറയാൻ വേണ്ടി ഈ വേദാന്ത മനനമൊക്കെ ചെയ്യുമ്പോൾ ദേവിയുടെ ശാന്തി ദുർഗാ പരമേശ്വരിയുടെ സന്നിധിയിൽ അപ്പോൾ ഈ ആശയം ഇങ്ങനെ വന്നപ്പോൾ അതൊരു ശ്ലോകമായിട്ട് എഴുതി വെച്ചു. സദ്യോജാത സമാധിജാത ലഹരീം
ആദ്യാം ചിദാനന്ദജാം സത്യാർത്ഥാന്തരദൃഷ്ടദേശികഗിരാജാജ്വല്യമാനാം ഭജെ സംബുദ്ധ്യാത്മനി രൂഢയോഗജബലാത് സംപശ്യമാനാം സത്യാർത്ഥാന്തരദൃഷ്ടദേശികഗിരാജാജ്വല്യമാനം സദ്യോജാത സമാധി എന്ന് വെച്ചാൽ കേൾക്കുന്ന ആ ക്ഷണത്തില് അത് ഉള്ളിൽ പ്രകാശിച്ചു. ഈ പറയുന്ന ക്ഷണത്തിൽ ഉള്ളിൽ പ്രകാശിച്ചു. ടൈം ഗ്യാപ്പൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ എന്നാണ്. അത്ര എളുപ്പമാണത്. പിന്നെ എന്താ ബുദ്ധിമുട്ട്? നമ്മൾ എന്തിനാ ഈ ബുദ്ധിമുട്ടണം? പല കാര്യങ്ങളുണ്ടേ. ഇതൊന്നും ബുദ്ധിമുട്ടില്ല. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ അങ്ങോട്ട് നിവൃത്തമായാൽ ഈ ജ്ഞാനം പോലെ എളുപ്പമായിട്ടുള്ള കാര്യം വേറെ ഒന്നുമില്ല. നഹി അച്യുതം പ്രീണയതോ ബഹു ആയാസോ സുരാത്മജാഹ ആത്മത്വാത് സർവഭൂതാനാം സിദ്ധത്വാദേഹ സർവത. പ്രഹ്ലാദൻ പറഞ്ഞു, കിട്ടിയിട്ടുള്ള വസ്തുവാണപ്പാ, ആത്മാവാണ്, എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുന്നു. ഇതാണ് രഹസ്യം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ പോലും പെട്ടുപോകില്ല. നോക്കൂ, യുദ്ധം എന്ന് പറയുന്നത് ബീഭത്സമായ കർമ്മമാണ്. യുദ്ധം എന്ന് പറയുന്നത് ജുഗുപ്സിതമായ കർമ്മമാണ്. നല്ല കർമ്മമല്ല, നല്ല ജോലിയല്ല. ഭഗവാൻ തന്നെ പറയണത് ആരോടും വിരോധം വേണ്ട, അദ്വേഷ്ട സർവഭൂതാണം, അഹിംസ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറയാ? വേറെ നിവൃത്തിയില്ല എന്നാണ്. അത് പ്രാരബ്ധമാണ്. അപ്പോൾ നല്ല കർമ്മം ആയതുകൊണ്ടല്ല. പക്ഷേ അത്ര നീചമായ കർമ്മമാണ് പ്രാരബ്ധമെങ്കിൽ പോലും ആത്മജ്ഞാനം കൊണ്ട് സ്പർശമില്ലാതിരിക്കാൻ കഴിയും. ഇവിടെയാണ് ഫ്രീഡം, ഇവിടെയാണ് സ്വാതന്ത്ര്യം. ജ്ഞാനം ആ സൗലഭ്യത്തിനെ തരുന്നു. എന്ത് പണിയാ, എന്താ പ്രാരബ്ധം എന്ന് വെച്ചാൽ നടക്കട്ടെ. നിങ്ങളുടെ കർമ്മം എന്ത് വേണമെങ്കിൽ കോലാഹലം നടക്കട്ടെ. സാക്ഷാത് രുദ്രൻ, സംഹാരമൂർത്തി, ഈ ജ്ഞാനം കൊണ്ടാത്രേ സ്പർശിക്കപ്പെടാതെ സുഖമായിട്ട് ആനന്ദ താണ്ഡവം ചെയ്യണത്. ശങ്കരാചാര്യർ പറഞ്ഞു, എന്തൊരു ജ്ഞാനസ്ഥിതി എന്നാണ്. ലോകം മുഴുവൻ നശിച്ചു, ദേവന്മാരൊക്കെ ഭയപ്പെടുമ്പോൾ ആനന്ദ താണ്ഡവമാണ്. കിം ബ്രൂമഃ തവ സാഹസം പശുപതേ കസ്യാസ്തി ശംഭോ ഭവദ്ധൈര്യം ച ഈദൃശം ആത്മനസ്ഥിതിരിയം ച അന്യൈഃ കഥം ലഭ്യത്തെ ഭ്രശ്യത് ദേവഗണം ത്രസന്മുനിഗണം നശ്യത് പ്രപഞ്ചം ലയം പശ്യൻ നിർഭയ ഏക ഏവ വിഹരതി ആനന്ദസാന്ദ്രോ ഭവാൻ. ശിവാനന്ദലഹരി. ആത്മനസ്ഥിതി, ആ ആത്മനിഷ്ഠ അത്ര പ്രബലാണ്. അതുകൊണ്ട് എന്താ, സംഹാരം എന്നുള്ള കർമ്മമാണെങ്കിൽ പോലും യസ്യ നാഹങ്കൃതോ ഭാവോ ബുദ്ധിർ യസ്യ ന ലിപ്യത്തെ ഹത്വാപി സൈമാൻ ലോകാൻ നഹന്തീന നിബധ്യത്തെ. ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞു, യുദ്ധം ചെയ്യേണ്ടി വന്നാലും ശരി, എന്തൊക്കെയാണെങ്കിലും ഒരു വിധത്തിലും സ്പർശിക്കപ്പെടില്ല. അസംഗോഹി അയം പുരുഷ. അതുകൊണ്ട് അർജുന, നിന്റെ കർമ്മം, സ്വധർമ്മം എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. എന്ത് തന്നെയാണെങ്കിലും അസംഗനായിട്ട് ഇരിക്കാൻ കഴിയും. എങ്ങനെ? മാം അനുസ്മര. എൻ്റെ സ്മൃതി ഉള്ളിലുണ്ടെങ്കിൽ എന്നെ സ്മരിച്ചുകൊണ്ട് നീ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊള്ളു. അപ്പോൾ കർമ്മം നടക്കും, സമാധിയും ഭംഗാവില്ല. സമാധി മനസ്സിൻ്റെ സമാധിയല്ല. മനസ്സിൻ്റെ സമാധിയാണെങ്കിൽ കർമ്മമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആത്മസ്വരൂപത്തിനാണ് ശങ്കരാചാര്യർ സമാധി ആത്മാ എന്ന് പറയുന്നത്. ആത്മസ്വരൂപമാണ് സമാധി. അപ്പം അതിന് ഭംഗമേ ഇല്ല. ആ സ്വരൂപ സ്മൃതി ഉള്ളിൽ ജാഗ്രതമായി, അത് മറക്കുകയില്ല. പുറകിൽ സ്ക്രീനിൽ എന്തൊക്കെ സിനിമ വരട്ടെ, സ്ക്രീന് കളങ്കപ്പെടുകയില്ല. അതുപോലെ ഈ തത്വം അറിഞ്ഞ ആള് ഇതറിഞ്ഞിട്ട് അവരുടെ പ്രാരബ്ധം എന്താണോ അതിനനുസരിച്ച് ജീവിതം മുഴുവൻ കർമ്മം ചെയ്യേണ്ടി വന്നാൽ പോലും ബന്ധപ്പെടില്ല. രാമൻ്റെ അടുത്ത് യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ രാമന് വേദാന്ത ആത്മവിദ്യയൊക്കെ ഉപദേശിച്ചിട്ട് പറയണു, രാമ പോയി രാജ്യഭരണം ചെയ്യൂ. രാമൻ പറഞ്ഞു, എങ്ങനെ ചെയ്യും? എന്തൊക്കെ ചെയ്യണം? ഇവിടെ ഒന്നും സാരമില്ല. ബഹി കൃത്രിമ സംരംഭ അന്തഃസംരംഭവർജിത കർത്താ ബഹി അകർത്താന്ത ലോകേ വിഹര രാഘവ. ഹേ രാമ, നീ ലോകത്തിൽ അങ്ങോട്ട് വിഹരിക്കാന്നാണ്. ഇത് രമണ മഹർഷി തമിഴില് വിവർത്തനം ചെയ്തു. ആശൈ പോൽ ഉലകിൽ വിളയാട് വീര. എങ്ങനെയാന്ന് വെച്ചാൽ നിന്റെ ജീവിതത്തിൽ പ്രാരബ്ധം പോലെ നീ ലോകത്തിൽ പ്രവൃത്തി ചെയ്യേണ്ടതൊക്കെ ചെയ്യൂ. പക്ഷേ
ഉള്ളിലുള്ള അകർത്തൃഭാവം വിട്ടുപോവാതെ, ഉള്ളിൽ സംഘം വന്നു പോവാതെ ധർമ്മം എന്താന്ന് വെച്ചാൽ അത് ചെയ്യുമെന്ന്. ഇതാണ് മാം അനുസ്മര യുദ്ധ്യച്ച്. ഈ അനുസ്മൃതി, അനുസ്മരണം, സ്മരണം എപ്പോഴെങ്കിലുമൊക്കെ വരും. അനുസ്മരണം എന്ന് വെച്ചാൽ ആ സ്മരണം വിച്ഛിന്നമാവാതിരിക്കണം. വിച്ഛിത്തി ആവാതിരിക്കണമെങ്കിൽ ഉണ്ടല്ലോ അത് ജ്ഞാനം തന്നെ ആവണം. അത് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കർമ്മം ചെയ്യാനൊക്കും. അപ്പോൾ സമ്പർക്കമില്ലാതെ, സംബന്ധമില്ലാതെ കർമ്മം ചെയ്യാനൊക്കും. നിത്യനിരന്തരം എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും സ്വരൂപ വിസ്മൃതിയേ വരില്ല, തന്നെ മറന്നു പോവുകയില്ല. യുദ്ധമെന്ന് പറയണത്, വീണ്ടും പറയാം, നമുക്ക് യുദ്ധമല്ല കാര്യം. എന്ത് കർമ്മമാണെങ്കിലും അതെ, അവരവരുടെ സ്വധർമ്മം ജ്ഞാനികളിൽ വ്യത്യാസമായിട്ട് കാണും. പലരും പലതാണ്, പല വിധത്തിലുള്ള കർമ്മങ്ങൾ. ഇപ്പോൾ ശങ്കരാചാര്യർ അകർമ്മവാദിയാണ്. ആചാര്യസ്വാമികൾ എല്ലാ ഭാഷ്യത്തിലുമൊക്കെ അകർമ്മം എന്നാണ് പറയുന്നത്. നൈഷ്കർമ്മ്യസ്ഥിതി, അകർമ്മസ്ഥിതിയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾ ഭാരതം മുഴുവൻ നടന്ന് എന്തുമാത്രം കർമ്മം ചെയ്തു അല്ലേ? എത്രയൊക്കെ ചെയ്തു. അതും ഒരു സ്ഥലത്തധികം ഇരുന്നിട്ടേ ഇല്ല, ഉണ്ടാവില്ല. 32 വയസ്സല്ലേ ജീവിച്ചിട്ടുള്ളൂ. കേരളത്തിൽ നിന്നും 8 വയസ്സിൽ തുടങ്ങിയതാണ്. മധ്യപ്രദേശിൽ പോയി, പിന്നെ അവിടുന്ന് കാശിയിലേക്ക് പോയി, പിന്നെ അവിടുന്ന് ബദ്രികാശ്രമത്തിലേക്ക് പോയി. ഭാരതം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നടന്നു. എത്രയോ ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായി, സംവാദം ഉണ്ടായി, വാദം ഉണ്ടായി. ഇതുകൊണ്ടൊക്കെ ശങ്കരാചാര്യരുടെ ജ്ഞാനത്തിന് വല്ല കോട്ടം തട്ടുമെങ്കിൽ ഇത്ര കാലമൊന്നും നിൽക്കില്ല. അതൊക്കെ എന്തൊക്കെ തന്നെ ആണെങ്കിലും ഒരു വിധത്തിലും ആ ജ്ഞാനത്തിന് കോട്ടം തട്ടിയിട്ടില്ല. ഭാരതം മുഴുവൻ സഞ്ചരിച്ച് എത്ര ആളുകളെ ഉദ്ധരിച്ച് എത്ര പേർക്ക് ഉപദേശിച്ചു. ഇന്നും നമ്മൾ നോക്കുക, ജ്ഞാനം മാത്രമാണല്ലോ. ഒരു കൊച്ചു ശ്ലോകം, അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജെ, ഒരു നാമസങ്കീർത്തനം. അതുമുതൽക്ക് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി, പ്രൗഢമായ ദക്ഷിണാമൂർത്തി സ്തോത്രം വരയ്ക്കും. അതുപോലെ ഉപദേശഗ്രന്ഥങ്ങൾ എത്ര, പ്രകരണ ഗ്രന്ഥങ്ങൾ, വിവേക ചൂടാമണി, മനീഷാ പഞ്ചകം, ആത്മബോധം, ഇങ്ങനെ എത്ര പ്രകരണ ഗ്രന്ഥങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഗീതയും ഉപനിഷത്തും ബ്രഹ്മസൂത്രവും ഒക്കെ ഭാഷ്യം, ഇത്രയെല്ലാം ആയിട്ടും ഇത്ര പ്രവൃത്തികൾ ഒരു മഹാപുരുഷൻ 32 വയസ്സിനകം ചെയ്തു തീർത്തു എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് എന്ത് കിട്ടി? എന്തെങ്കിലുമൊക്കെ പത്മഭൂഷണോ വല്ലതൊക്കെ കൊടുത്തുവോ ആരെങ്കിലും? ഇന്നും നമ്മൾ നന്ദിയില്ലാതെ കേരളത്തിലുള്ളവർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? യാതൊരു ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു, പണ്ട് നമ്മുടെ പാലക്കാട് ഡോക്ടർ പി അച്യുതൻ മാഷ് പറഞ്ഞൊരു കഥയാണ്. 1960കളിലോ മറ്റോ ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് പോയപ്പോൾ അന്ന് ഒരു അമേരിക്കൻ ഒരാൾ വന്ന്, ഐ എം സ്റ്റഡിയിങ് ഗീത ഡീപ്ലി, ഐ വോണ്ട് ടു സ്റ്റഡി ഗീത വിത്ത് ശങ്കര എന്ന് പറഞ്ഞു. എനിക്ക് ശങ്കര ഭാഷ്യത്തോടുകൂടെ, ഈ വെള്ളക്കാർ ചോദിക്കണതാണ് ശങ്കര, അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടാണ് ശങ്കര. നമ്മുടെ ആളുകളൊക്കെ പറയുമ്പോൾ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയണം. നമ്മുടെ ആളുകളൊക്കെ പറയുമ്പോൾ എഴുതുമ്പോഴൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ, വിവേകാനന്ദ സ്വാമികൾ എന്നൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ? പക്ഷെ കേരളത്തിൽ ഉണ്ട് ശങ്കരൻ, വിവേകാനന്ദൻ, ഇവരുടെ കൂടെ സ്കൂളിൽ പഠിച്ച പോലെയാണ് അല്ലേ? അങ്ങനെയൊക്കെയാണ് പറയണത്. അത് കേൾക്കുമ്പോൾ വല്ലാതെ വിഷമം തോന്നും നമുക്ക്. ഒരു ബഹുമാനം ഇല്ലാതെ ഒരു എന്ത് ഇങ്ങനെ ഒരു സംസ്കാരം എന്നാണ് അത് നല്ല ഈ ഇതിൽ വന്ന ആളുകളൊക്കെ പോലും ചിലരങ്ങനെയാണോ പറയണത്? ശങ്കരൻ, വിവേകാനന്ദൻ എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അത് ശങ്കരാചാര്യരെ, അപ്പോൾ അവിടെ ആ വെസ്റ്റേണർ ചോദിച്ചു, ഐ വോണ്ട് ശങ്കര ആൻഡ് ഗീത എന്ന്. അപ്പോൾ സ്വാമിജി അവിടെ എംബസിയിൽ ഉള്ള ഇവിടുന്ന് പഠിച്ചു പോയ ഇവിടുന്ന് എംബസിയിൽ പോകണമെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ നല്ല കുലത്തിൽ ജനിച്ച് വളർന്നു പോയ ആളായിരിക്കും. അയാളോട് ചോദിച്ചു, ഈസ് ദെയർ എനി ബുക്ക് ഓൺ ശങ്കര ആൻഡ് ഗീത എന്ന് ചോദിച്ചു. അവിടുത്തെ ലൈബ്രറി, എംബസി ലൈബ്രറിയിൽ.
അയാളുടെ സ്വാമിജി അന്ന് ഇന്ത്യൻ അംബാസിഡർ, കൾച്ചറൽ അംബാസിഡറോ മറ്റോ ആയിരുന്നു തോന്നുന്നു. അദ്ദേഹം ഉടനെ പോയി അതിന് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് കുറേ ഒരു കെട്ട് പേപ്പർ കൊണ്ടുവന്ന് സ്വാമിയുടെ കയ്യിൽ കൊടുത്തത്. അപ്പോൾ സ്വാമി ചോദിച്ചു, എന്താ ഓൾ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ് എന്ന് നോക്കുമ്പോൾ 1960 മറ്റോ ജവഹർലാൽ നെഹ്റു ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സമ്പർക്കത്തിനായിട്ട് അവിടേക്ക് 2 ആനക്കുട്ടികളെ അയച്ചു അത്ര, ഒന്ന് ശങ്കരനും ഒന്ന് ഗീതയും. അപ്പൊ സ്വാമിജി പറയാണ്, ദ ഹയസ്റ്റ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ, സം വെസ്റ്റേണേഴ്സ്, അമേരിക്കൻ ഈസ് കമ്മിങ് ടു മീ ആൻഡ് ആസ്കിംഗ് ഫോർ Gita and Shankaracharya, and he understood by that 2 Anakutis. ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ് കൺവേർട്ടിങ് ഹിന്ദുസ് ടു ഹിന്ദുയിസം. അതാണ് ആരംഭത്തിലുള്ള മിഷൻ, ഹിന്ദുസ് ടു ഹിന്ദുയിസം. ഈ കാര്യം ഹിന്ദുക്കൾക്ക് തന്നെ ഹിന്ദുക്കളുടെ വില അറിയില്ല, എന്താണ് ഏതാണ് ഒന്നും അറിയില്ല. അങ്ങനെ ഒരു കാലത്തായിരുന്നു അവരൊക്കെ വന്നത്. അപ്പോൾ ഈ സ്വധർമ്മം ചെയ്യുക, അതോടെ മാം അനുസ്മര, ആ അനുസ്മൃതിയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അനുസ്മൃതി എന്ന് വെച്ചാൽ വേദാന്ത ജ്ഞാനം, ആത്മജ്ഞാനമാണ്. ആത്മജ്ഞാനം കൊണ്ട് ധ്രുവാസ്മൃതി എന്ന് ഉപനിഷത്ത് പറഞ്ഞു. നിരന്തര സ്മൃതി, സ്മൃതി വിട്ടുപോവുകയേ ഇല്ല എന്നർത്ഥം. ഗുരുവിൻ്റെ അടുത്തൊക്കെ ഒരു ശിഷ്യന് ചോദിക്കാൻ ഉള്ള പ്രാർത്ഥനയും ഗുരു അനുഗ്രഹിക്കുന്നതൊക്കെയാണ്, അത് മറന്നു കളയാതിരിക്കുക. നമ്മുടെ ആശ്രമത്തിൽ രമണ ഭഗവാന്റെ കാലത്ത് ഒരുപാട് പേര് നല്ല അനുഭൂതിയും സമ്പന്നരായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സാധാരണ ജനങ്ങളാണ് പലരും. അതിൽ അടുക്കളയിൽ പണിയെടുത്തിരുന്ന കുറേ അമ്മമാരുണ്ടായിരുന്നു. അതിലൊരു വയസ്സായ ഒരു വൃദ്ധ, ശങ്കരമ്മ എന്ന് പേര്. അവർ അന്ന് മഹർഷിയുടെ കാലത്ത് അത്ര വയസ്സൊന്നും ആയിരുന്നില്ല. അന്നത്തെ കാലത്തുള്ള വൈധവ്യം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് മനസ്സിലാവുക പോലും ചെയ്യില്ല. അവർ 8 വയസ്സിലോ മറ്റോ കല്യാണം കഴിഞ്ഞു. 9-10 വയസ്സാകുമ്പോഴേക്കും ഭർത്താവ് മരിച്ചു. ഭർത്താവിനൊന്നും കണ്ടിട്ടേ ഇല്ല അവർ. അപ്പോൾ അന്നത്തെ സമ്പ്രദായത്തിലാണ്, അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ വീട്ടിൽ അവരുടെ ഏട്ടൻ ധാരാളം പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു, എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചു. തമിഴ് നല്ലവണ്ണം പഠിച്ച്, തമിഴിൽ കുറേ വേദാന്ത ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊക്കെ തമിഴ്നാട്ടിൽ വേദാന്തം എന്ന് പറയുന്നത് കോവിലൂർ മഠ സമ്പ്രദായമാണ്. അപ്പോൾ കോവിലൂർ മഠം അവർക്കൊരു 16 വേദാന്ത ഗ്രന്ഥങ്ങളുണ്ട്. വിവേക ചൂടാമണിയൊക്കെ ഉണ്ട് അതിൽ. വേദാന്ത ചൂടാമണിയുണ്ട്, ജ്ഞാനവാസിഷ്ഠ ഉണ്ട്, കൈവല്യ നവനീതം. ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ ഈ അമ്മ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചു. ഇതൊക്കെ പഠിച്ചാലും എല്ലാം അറിഞ്ഞാലും ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ അല്ലേ. അപ്പോൾ ആ ഗുരു സമ്പർക്കം വേണം, ആ അനുഭവസമ്പന്നനായ ഒരു ആചാര്യനെ കാണണം. ഇത് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ വർഷത്തിൽ ഒരു ദിവസമോ മറ്റോ തീർത്ഥയാത്രയ്ക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോവായിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് കൂട്ടത്തിൽ തിരുവണ്ണാമലയിൽ വന്നു. അമ്പലത്തിൽ വെച്ച് നോക്കൂ, നമ്മളുടെ ഉള്ളിൽ സത്യം അറിയാനുള്ള ഉത്കടമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ആരെങ്കിലും വഴി കാണിക്കും. ഇങ്ങനെ വഴി കാണിച്ച് നമ്മളവിടെ ഒന്ന് എത്തും. അപ്പോൾ അമ്പലത്തിൽ അരുണാചലേശ്വരൻ അന്നൊന്നും തിരക്കുണ്ടാവില്ല. ഇന്നൊന്നും തിരുവണ്ണാമലയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അമ്പലത്തിൽ പോണതൊക്കെ ഞങ്ങൾ നിർത്തി, അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, അത്ര തിരക്കാണ്. അപ്പോൾ അവിടെ ആ പൂജാരി ചോദിച്ചു, ആരെങ്കിലും വന്നാൽ എന്തിനാ വന്നെന്ന് ചോദിക്കും. അങ്ങനെയാണപ്പോൾ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, രമണ മഹർഷിയെ കാണാൻ വന്നതാണോ ചോദിച്ചു. അപ്പോഴാണ് രമണ മഹർഷി ആളുണ്ടെന്ന് തന്നെ അറിയണവർക്ക്. അങ്ങനെ രമണാശ്രമത്തിലേക്ക് വന്നപ്പോൾ അന്ന് ഇവർക്ക് 10-25-30 വയസ്സുണ്ടാവും, 30-35 വയസ്സോ ആണെന്ന് തോന്നുന്നു. അവർ ആ കണ്ടതുമേ താൻ അന്വേഷിച്ച് വന്ന വസ്തു ഇവിടെ മുമ്പിലിരിക്കണു. എന്തൊക്കെ പഠിച്ചുവോ അത് മുഴുവൻ അങ്ങനെ മുമ്പിൽ പ്രകാശിക്കുന്നുണ്ട്. ആ തുരീയ വസ്തു തന്നെ മുമ്പിൽ നിൽക്കുന്നു. ഇനി എന്തിനാ തിരിച്ചു പോണത്? ഇനി തിരിച്ചു പോയിട്ട് വീട്ടിൽ എന്താവാനുണ്ട്, എന്ത് കിട്ടാനുണ്ട്? പക്ഷെ ഇവിടെ താമസിക്കാനൊന്നും പറ്റില്ല, ആശ്രമത്തിൽ താമസിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും?
അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആശ്രമം പ്രസിഡന്റ്, അന്നത്തെ അധികാരി, അദ്ദേഹം വന്നിട്ട് ആരുടെ അടുത്തോ പറയുകയാണ്, പാചകത്തിന് ആളില്ല, സ്ത്രീകളാണെങ്കിലും വേണ്ടില്ല, അവരെ ടൗണിൽ എവിടെയെങ്കിലും താമസിക്കാൻ അറേഞ്ച് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാം എന്നൊക്കെ പറയാം. അപ്പോൾ വേഗം ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഇവിടെ താമസിപ്പിക്കും. അവരുടെ ഏട്ടൻ അതൊക്കെ ചെയ്തു കൊടുത്തു. അവർ ടൗണിൽ നിന്ന് വരും ഇവിടെ. അപ്പം അമ്മ അടുക്കളയിൽ പണിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അവർ പണിയെടുക്കും, പാചകമൊക്കെ ചെയ്യും. നല്ല വേദാന്ത ശാസ്ത്രജ്ഞാനുണ്ട് ഉള്ളിൽ. മഹർഷി കണ്ടു, സംസാരിക്കാനൊന്നും ധൈര്യമില്ല. എപ്പോഴെങ്കിലുമൊക്കെ പോയി സന്നിധിയിൽ പോയി ഇരിക്കും, അത്രയേ ഉള്ളൂ. കുറേ കഴിഞ്ഞ് ഉള്ളിലെ തത്വജ്ഞാനം നല്ല ദൃഢമാണ്, മനസ്സ് ശാന്തമായിട്ടുണ്ട്. ചെറിയൊരു അംശം എന്താണെന്ന് വെച്ചാൽ ഗുരുമുഖത്ത് നിന്ന് ഇത് കേൾക്കണം. പക്ഷെ എങ്ങനെ പോയി ചോദിക്കും, എന്ത് ചോദിക്കും അറിയില്ല. അപ്പോൾ ഒരു ദിവസം ഊണ് കഴിച്ചിട്ട് മഹർഷി ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന് ഒരു വേപ്പിൻ്റെ കോല്, ഒരു അതിൻ്റെ ഇത് കോലെടുത്ത് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക പല്ല് തേക്കാനായിട്ട്. അപ്പം അത് ആ സമയത്ത് ചെന്ന് ആരുമില്ല അടുത്ത്. അപ്പം ചെന്ന് നമസ്കരിച്ചിട്ട് കൈവല്യ നവനീതം, അതിലെ ഒരു തമിഴ് പാട്ട് അതെടുത്ത് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യനെ അനന്തജന്മങ്ങൾ എനയാണ്ട മെയ്യനെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി, ഉയ്യവേ മുക്തി നൽകും ഉദവിക്ക് ഓർ ഉദവി നായേൻ ചെയ്യുമാറൊன்றுം കാണേൻ തിരുവടി പോറ്റി പോറ്റി. ഭഗവാനെ, അനന്തജന്മങ്ങൾ എൻ്റെ ഉള്ളിൽ ഗുരുവായിട്ട് അന്തർയാമിയായിട്ടിരുന്ന് ഉപദേശിച്ചു, ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പം ദാ പുറത്തൊരു രൂപത്തിൽ വന്ന് എനിക്ക് ആ മുക്തിമാർഗം കാണിക്കാൻ വന്ന് നിൽക്കുമ്പോൾ ഞാൻ തിരിച്ച് എന്ത് ചെയ്യും? എനിക്കൊന്നും കൈമാറി തരാനൊന്നുമില്ല, നമസ്കരിക്കുകയല്ലാതെ എനിക്കൊന്നും വേറെ ഒന്നും പറയാനില്ല. തിരുവടി പോറ്റി പോറ്റി എന്ന് നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുക്ക് ബദിൽ അടുത്ത പാട്ടിലേ ഇരിക്കേ എന്ന് പറഞ്ഞു. അതിനുള്ള ഉത്തരം അടുത്ത പാട്ടിലുണ്ടല്ലോ, അത്രേ പറഞ്ഞോളൂ. അടുത്ത പാട്ട് എന്താണെന്ന് വെച്ചാൽ, ശിഷ്യൻ ഇങ്ങനെ പറയണത് കേട്ട് ഗുരുവിന് സന്തോഷമായി. ശിഷ്യൻ ഇவ்வாறு കൂറ ദേശികൻ മകിഴ്ന്നു നോക്കി. ആ ദേശികൻ വളരെ സന്തോഷിച്ചു നോക്കിയത്രേ. കിട്ടവായനവേ അഴയത്ത്, അടുത്തു വരൂ എന്ന് പറഞ്ഞു. ദുഷ്ടമാം തടൈകൾ മൂന്നും തുടരാതെ വണ്ണം സ്വരൂപജ്ഞാന നിഷ്ഠനായിരുപ്പായാകിൽ നീ ചെയ്യും ഉദവിയാമേ. സംശയം, വിപരീതജ്ഞാനം, അജ്ഞാനം, ഈ മൂന്ന് പ്രതിബന്ധമില്ലാതെ സ്വരൂപജ്ഞാന നിഷ്ഠയോടുകൂടെ ഇരിക്കാമെങ്കിൽ നീ എനിക്ക് ചെയ്യുന്ന ഗുരു ദക്ഷിണയായി എന്നാണ്. ഇതാണ് ഗുരുദക്ഷിണ. മറന്നു കളയരുത്. വീണ്ടും വിപരീത ജ്ഞാനം ഉണ്ടാവരുത്, സംശയം ഉണ്ടാവരുത്. അങ്ങനെ അചലമായി നിഷ്ഠയോടെ ഇരിക്കാമെങ്കിൽ നീ ചെയ്യും ഉദവിയാമേ. ഇതാണ്. അവരങ്ങനെ ഇരുന്നു. ഇവരൊന്നും ഇപ്പോൾ ആർക്കും അറിയില്ല, ഒന്നുമില്ല, അങ്ങനെ ഇരുന്നു. അവര് ആളുകളൊന്നും അടുപ്പിക്കില്ല. കുറച്ച് പടപടാന്ന് ദേഷ്യമായിട്ട് സംസാരിക്കും. അപ്പോൾ അവരോട് വളരെ ക്ലോസ് ആയിട്ടിരുന്ന ഒരു ഭക്തൻ ചോദിച്ചു, നിങ്ങൾക്ക് കുറച്ച് ഒരു മൃദുവായിട്ട് സംസാരിച്ചാൽ എന്താ? ആളുകൾക്ക് അതുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞു. അവരങ്ങനെ, മറ്റവാൾക്ക് നമ്മളെ പിടിച്ച് നമുക്ക് എന്നടാ വേണം? മറ്റുള്ളവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് എന്ത് വേണം എന്നാണ്. ലോകവാസനയാണ് നമുക്കല്ലേ, എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണം. മറ്റുള്ളവർക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് എന്ത് വേണം? ഇപ്പം നീ വെള്ളയായിട്ടിരിക്കണം, ഞാൻ കറുപ്പായിട്ടിരിക്കണം. നീ വെളുത്തിട്ടിരിക്കണം. എന്നെ പോലെ ഞാൻ ആവണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. എൻ്റെ ശരീരത്തെ കറുത്തിട്ടാണ്, ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ സ്വഭാവം, പ്രകൃതി. എന്താണോ വേണ്ടത് അത് ഉള്ളിൽ ഭഗവാൻ തന്നിട്ടുണ്ട്. ഉള്ളു നല്ല ശാന്തമായിട്ടുണ്ട്. ഇതാണ് ആ നിശ്ചയം ഉണ്ടായിരുന്നവർക്കൊക്കെ. അപ്പോൾ ഈ തത്വനിശ്ചയം വളരെ ലളിതമാണ്. നിങ്ങൾക്ക് എവിടെയും ചെയ്യാം. നിങ്ങളുടെ യുദ്ധം അടുക്കളയിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ, പലരുടെ വീട്ടിൽ യുദ്ധം പല വിധത്തിൽ നടക്കുന്നുണ്ട്. പല വിധത്തിൽ നടക്കുന്നുണ്ട്. ആ യുദ്ധമല്ല, നമ്മളുടെ കർമ്മം ധർമ്മം ഒക്കെ നടക്കുന്ന സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഈ സത്യം അറിഞ്ഞ് ഇരിക്കാനൊക്കും. നമ്മൾ വൈകുന്നേരം ഭാഗവതത്തിലും ഇന്നലെയൊക്കെ പറഞ്ഞത് അതാണ്. എവിടെ വേണമെങ്കിലും ഈ ജ്ഞാനനിഷ്ഠ ഉള്ളിൽ പ്രശാന്തമായി ഇതറിഞ്ഞ് ആ ശാന്തി കൈവിടാതിരിക്കാൻ പറ്റും. ആ ശാന്തിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്വധർമ്മം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ കർമ്മം എന്താന്ന് വെച്ചാൽ, പക്ഷേ അതിലൊരു കാര്യം,
എന്താന്ന് വെച്ചാൽ കർമ്മം അപ്പോഴാണ് സ്വധർമ്മം എന്താണെന്ന് അറിയാം നമുക്ക്. ഈ സ്വധർമ്മം ഇതിനെ തടസ്സമേ ചെയ്യില്ല. നിങ്ങൾ പരധർമ്മം ചെയ്താൽ ഇതിന് പറ്റൂല. അതുകൊണ്ട് സ്വധർമ്മം നടക്കും. എന്താണോ നിങ്ങളിലൂടെ നടക്കേണ്ടത് അത് നടക്കും. എങ്ങനെ നടക്കണോ അത് നടക്കും. അപ്പോൾ നിങ്ങൾ then only you will become most natural. അപ്പോൾ മാം അനുസ്മര യുദ്ധ്യച, ഇതാണ് എന്നെ അനുസ്മരിക്കൂ, എന്നിട്ട് സ്വധർമ്മം എന്താ, കർമ്മം എന്താണ് എന്ന് വെച്ചാൽ ആ ചെയ്യൂ എന്ന് പറയണത് വിധിയല്ല, അനുമതി മാത്രമാണ്. വിധിയല്ലാതെ നീ ചെയ്യണം എന്ന് ഭഗവാൻ പറയല്ല. കർമ്മം വീണുപോയാൽ വീണുപോയി, അത്രയേ ഉള്ളൂ. അത് എപ്പോഴാണ് വീണുപോയതെന്ന് പോലും മുക്തപുരുഷൻ അറിയില്ല എന്നാണ്. കർമ്മം എന്തിനു പറയണു? ശരീരം തന്നെ ഉണ്ടെങ്കിലല്ലേ ശരീരാഭിമാനം കളയാൻ പ്രമാണജന്യമായ ജ്ഞാനം കൊണ്ട് ശരീരം തന്നെ ജ്ഞാനി സമ്മതിക്കണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ശരീരം ഉണ്ടോ, ശരീരം വീണുപോയോ എന്ന് പോലും അറിയില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. ഈ കള്ളു കുടിച്ച ആൾക്ക് വസ്ത്രം വീണുപോയാൽ അറിയാത്തതുപോലെ ജ്ഞാനിക്ക് ശരീരം ഉണ്ടോ, ശരീരം വീണുപോയോ എന്ന് പോലും അറിയില്ല. ഇതിപ്പോ ജ്ഞാനിയുടെ കാര്യം മാത്രമല്ല, നമ്മളുടെ ഒക്കെ എല്ലാവരുടെ കാര്യത്തിലും ശരിക്കും അത് തന്നെയാണ് സ്ഥിതി. ജ്ഞാനം കൊണ്ട് അത് അറിയണമെന്ന് മാത്രം, ജ്ഞാനം കൊണ്ട് അത് അറിയണമെന്ന് മാത്രം. ഇപ്പം ആർക്കെങ്കിലും നിങ്ങൾക്ക് ജനിച്ചത് ഓർമ്മയുണ്ടോ? ആർക്കുമില്ല. ജനിച്ചത് ഒരാൾക്കും ഓർമ്മയില്ല. വെറുതെ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുകയാണ്, ഇന്ന ഡേറ്റിൽ ജനിച്ചു. മറ്റു മൃഗങ്ങളും ഇവരും ഒക്കെ ബർത്ത്ഡേ ഒക്കെ ഓർമ്മ വയ്ക്കുമോ? ഒന്നാലോചിച്ച് നോക്കൂ. ഞങ്ങൾ കർക്കിടക മാസം ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചു എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമോ? ആർക്കും അറിയില്ല, ഒന്നും അറിയില്ല അല്ലേ. നാമിன்றி നാളേത് നാടേത്, ഭഗവാൻ നമ്മുടെ മഹർഷി ഉള്ളതിന് അർപ്പത്തിൽ പറഞ്ഞു. ഞാൻ ഇല്ലെങ്കിൽ ടൈമും ഇല്ല, സ്പേസും ഇല്ല. അതൊന്നും നമ്മുടെ ഇതിലില്ല. നമ്മൾ ജനിച്ചു എന്നുള്ളത് ആർക്കും ഓർമ്മയില്ല. അപ്പോൾ അതേപോലെ തന്നെ മരിച്ചതൊന്നും അറിയില്ല, മറ്റുള്ളവർക്കേ അറിയുള്ളൂ. മരിച്ചു എന്നുള്ളതൊക്കെ മറ്റുള്ളവർക്കേ അറിയുള്ളൂ. അപ്പോൾ വേദാന്തം ഒരു പുതിയൊരറിവല്ല. വേദാന്തം പുതിയതായിട്ട് പഠിച്ചുണ്ടാക്കിയ കുഴപ്പങ്ങളെ മാറ്റുകയാണ്, അത്രയേ ഉള്ളൂ. വിവേകാനന്ദ സ്വാമി പറഞ്ഞു ഡീഹിപ്നോട്ടൈസേഷൻ എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ഹിപ്നോട്ടൈസേഷൻ, യു ആർ ഓൾറെഡി ഹിപ്നോട്ടൈസ്ഡ്. വേദാന്തം ചെയ്യുന്നത് ഡീഹിപ്നോസിസ് ആണ്. പഠിച്ചുണ്ടാക്കി വെച്ച, കയറ്റി വെച്ചിരിക്കുന്ന അവിദ്യയെ നീക്കുകയാണ്. ആ അവിദ്യ നീക്കിക്കഴിയുമ്പോൾ സ്വതസിദ്ധമാണ് ജ്ഞാനം. സിദ്ധമായി ഉൾപ്പൊരുളൈ സിദ്ധസ്യ സിദ്ധി സ്വതയേവ സിദ്ധി സ്വപ്നോപമാനാഹ ഖലു സിദ്ധയോന്യാഹ. പുറത്തുനിന്ന് നേടുന്നതൊക്കെ, പ്രാപിക്കുന്നതൊക്കെ, ലഭിക്കുന്നതൊക്കെ പോകും. ജ്ഞാനമാണ് ഇവിടെ ലാഭം എന്നാണ്. ജ്ഞാനം നമുക്ക് നിത്യസിദ്ധമായ നമ്മളുടെ സ്വരൂപത്തിനെ പ്രകാശിപ്പിക്കുന്നു. അത് നമ്മളിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്ന വസ്തുവാണ് ഞാൻ എന്നുള്ള ആ ശുദ്ധ ബോധം. അത് ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല. ഇത് അറിയാൻ ഇത്രയൊക്കെ ഒന്ന് വിചാരം ചെയ്യാം. ദേഹം മാറിക്കൊണ്ടേയിരിക്കുന്നു, കൈ കാല് ഇതൊക്കെ പിരിച്ചാലും ഞാനല്ല. ഞാൻ ആരാണ്? ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എന്നുള്ള ഈ അനുഭവത്തിൻ്റെ സ്വരൂപം എന്താണ്? ഇങ്ങനെ ശ്രദ്ധ, ഈ അഹം എന്നുള്ള അനുഭവത്തിൽ ശ്രദ്ധ, ഇതാണ് ചിത്ത്. ചിത്ത് എന്ന് പറയുന്നത് ഈ ഇരുട്ടിലും അഹമസ്മി എന്നുള്ള പ്രകാശം ഉണ്ടല്ലോ, ഞാനുണ്ട് എന്നുള്ളൊരു ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിനെയാണ് നമ്മൾ ചിത്ത് എന്ന് പറയുന്നത്. ആ ബാക്കിയൊക്കെ ജഡമാണ്. ആ ചിത്തില് ശ്രദ്ധ ഹോമിക്കുകയാണ്. ചിത്തില് ശ്രദ്ധയെ, മനസ്സിനെ അങ്ങോട്ട് തിരിച്ചുവിടുകയാണ്. ഈ ഉണ്ട് എന്നുള്ള ഈ അസ്തിത്വം, ഉള്ളിലുള്ള ആ ഇരുപ്പ്, അഹമസ്മി എന്നുള്ള അനുഭവം, ആ അനുഭവം ആണ് എൻ്റെ സ്വരൂപം. അത് ആത്മാവാണ്, അത് ശുദ്ധ ചൈതന്യമാണ്. അതിൽ ശ്രദ്ധ പോകുന്തോറും മനസ്സിന് വാസനാക്ഷയം ഉണ്ടാവും, അവിദ്യാനാശം ഉണ്ടാവും. അത് സ്വയം പ്രകാശമായ വസ്തുവാണെന്ന് നല്ലവണ്ണം തെളിയും. പിന്നെ പതുക്കെ പതുക്കെ അത് ഉള്ളിൽ മറന്നു പോവാതിരിക്കും. കർമ്മം ചെയ്യുമ്പോഴും മറന്നു പോവില്ല. ഒരു കുമ്പാട്ടം കളിക്കുന്ന സ്ത്രീയാണ് ദൃഷ്ടാന്തം പറയുക. തലയിൽ കുംഭം വെച്ച് പാട്ടിനനുസരിച്ച് മുദ്രകൾ കാണിച്ച്
ആളുകളെ രസിപ്പിക്കുമ്പോഴും തലയിലുള്ള കുംഭം വീണുപോവാതിരിക്കാൻ ശ്രദ്ധയോടെ ഇരിക്കുന്ന പോലെ ആരംഭത്തിലൊക്കെ നിധിധ്യാസനം ചെയ്യുന്ന കാലത്ത് ഈ സ്വരൂപം മറന്നുപോവാതിരിക്കാനുള്ള ശ്രദ്ധയോടുകൂടെ യോഗിയും ലോകത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ്. പുങ്കാനുപുങ്ക വിഷയേക്ഷണതത്പരോപി ബ്രഹ്മാവലോകധിഷണാം ന ജഹാതി യോഗി സംഗീതതാളലയ നൃത്യവശം ഗതാപി മൗലിസ്ഥകുംഭ പരിരക്ഷണധീഹി നടീവ എന്നാണ്. തലയിലുള്ള കുംഭം വീഴാതെ നോക്കിക്കൊണ്ട് അങ്ങനെ ആ ഒരു ചമത്കാരമാണ് ഭഗവാൻ ഗീതയിലെ യോഗം എന്ന് പറഞ്ഞു. ആ ചമത്കാരത്തോടുകൂടെ ആ കൗശലത്തോടുകൂടെ, കൗശലം ഉള്ള ആൾക്കാണ് ഈ സത്യം സിദ്ധിക്കുക. കൗശലം എന്ന് പറയുന്ന വാക്ക് തന്നെ വളരെ അർത്ഥവത്താണ്. കുശം എന്ന് വെച്ചാൽ ദർഭ പറിക്കുമ്പോൾ കൈ കീറിപ്പോവും. അത് കൈ കീറാതെ ദർഭ പറിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ബ്രഹ്മചാരികൾക്ക് കിട്ടിയ പേരാണ് ഈ കുശലൻ. അവൻ കുശം എടുത്തുകൊണ്ട് വരാൻ അറിയുന്ന ആളാണെന്നാണ്. കുശാൻ ലാതീതി കുശലഹ. അതുപോലെ ഉള്ളിലും ഈ ആത്മസ്വരൂപത്തിനെ, ഞാൻ എന്നുള്ള അനുഭവത്തിനെ, ദേഹം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ എല്ലാ ലെയേഴ്സും അങ്ങോട്ട് നീക്കി വെച്ച് അതിനെ അറിയുമ്പോൾ അതിലൊരു പൊടിയുമില്ല, അതിൽ ഇരുട്ടില്ല, അതിൽ മേഘമില്ല, അത് പുകയില്ലാത്ത ആകാശം പോലെ എന്ന് പറഞ്ഞു സുരേശ്വരാചാര്യൻ. ധൂളി അന്ധകാര ധൂമാഭ്ര നിർമുക്ത ഗഗനോപമം എന്നാണ്. അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഉള്ള നിർമ്മലമായ ആ ചിത്തിൻ്റെ, ചിതാകാശത്തിൻ്റെ അനുഭവമാണ് സമാധി എന്ന് പറയുന്നത്. ആ അനുഭവമാണ്. അത് ഒരു വട്ടം ഉള്ളിൽ ജാഗൃതമായി കഴിഞ്ഞാൽ, ഉള്ളിൽ നിരാവരണമായി അത് കണ്ടു കഴിഞ്ഞാൽ, ആവരണം നീങ്ങി ആ സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് കർമ്മം അതിനൊരു തടസ്സമേ അല്ല. കർമ്മം, അയാളുടെ കർമ്മം എന്തു തന്നെയാണെങ്കിലും അയാൾക്ക് സ്വകർമ്മം ചെയ്യുമ്പോഴും അതിൽ യാതൊരു വിധത്തിലും ബാധിക്കപ്പെടാതെ കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃത്സ്ന കർമ്മകൃത് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇനി സാധന ദശയിലെടുത്താൽ പോലും, ഒരു സാധന ചെയ്യുന്ന ദശയിലാണ് എടുക്കുന്നതെങ്കിലും നമ്മളിൽ ഒരു അനുസ്യൂത ഭഗവത് സ്മരണം, ഭക്തി എന്ന് എടുത്താൽ, അതും കൂടെ നമ്മൾ പറയാം. ആരംഭത്തിൽ ഭക്തി എന്ന് എടുക്കുകയാണെങ്കിലും ഭഗവാന്റെ നാമസ്മരണം ഉള്ളിലിങ്ങനെ നാമജപമാണ് ചെയ്യുന്നതെങ്കിലും കർമ്മം ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമസ്മരണം, ഈ നാമസ്മരണം വളരെ ഉയർന്ന സാധനയാണ്. എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു ആരംഭ അവസാനമൊന്നുമില്ല. വിഷ്ണു സഹസ്രനാമം എന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റിൽ അവസാനിച്ചു പോകും. പിന്നെ മെമ്മറിയിൽ വെക്കണം, മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഈ നാമജപം എന്ന് വെച്ചാൽ അതൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ വായു കൊണ്ട് പറയുന്നു, ക്രമേണ മനസ്സുകൊണ്ട് പിടിക്കണു, അവസാനം ഉള്ളിൽ നമുക്ക് നിരന്തരം ആ നാമം കൊണ്ടൊക്കെ കുറിക്കുന്നത് ആത്മാവാണല്ലോ, നമ്മുടെ സ്വരൂപമായ ഭഗവാനാണ്. അതുകൊണ്ട് നിരന്തര സ്മരണത്തോടുകൂടെ കർമ്മം ചെയ്യാം. അപ്പോൾ അടുക്കളയിൽ പാചകം ചെയ്ത അന്നമൊക്കെ ശുദ്ധമാവും. ആഹാരം കഴിക്കുന്നവരൊക്കെ ശുദ്ധമാവും. അവരുടെ മനസ്സൊക്കെ കുറേ കാലം കൊണ്ട് ശുദ്ധമാവും. നിങ്ങൾ ഈ ന്യൂട്രീഷനും പ്രോട്ടീനും ഡയറ്റിക്സൊക്കെ പഠിച്ച ആളുകൾ ഒരുപാട് തല കുഴപ്പമാക്കുന്നുണ്ട്. അത് ഭഗവൻ നാമം ജപിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ പാചകം ചെയ്തിട്ട് കൊടുക്കുക. കുറേ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ആളുകൾ, അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട്. ഒരു ഭക്തനെ, ഉള്ളിൽ ഭക്തിയുണ്ട് ഒരാൾക്ക്, അയാളെ തിരിച്ചു ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരാനായ ഒരു പരമഭാഗവതൻ അങ്ങനെ ചെയ്തു എന്നൊരു കഥയുണ്ട്. അദ്ദേഹത്തിന് ദിവസം പൂജിച്ച് അന്നം കൊടുക്കുക. വേറെ ഒരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ചില ഭർത്താവിന് ഭാര്യയെ ഉപദേശിക്കാനൊന്നും പറ്റില്ല. ഇതാണ് വഴി. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ചിലരൊക്കെ ഈ കൺവേർഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറയണത്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ പേരൊന്നും മാറ്റണ്ട, കുറിയൊക്കെ വേണമെങ്കിൽ തൊട്ടുള്ളൂ, പക്ഷെ പ്രസാദം കഴിക്കാൻ പാടില്ല എന്നാണ് അവർ പറയണത്. അപ്പം അത് ആഹാരം നേരെ ഉള്ളിൽ പോകും ഇല്ലേ. അപ്പം ആഹാരത്തിൽ നല്ല യു ക്യാൻ പുട്ട് ദ പൊട്ടൻസി ഓഫ് ഡിവൈൻ നെയിം. ആ ഭഗവാന്റെ നാമത്തിന് അതിലിട്ടിട്ട് കൊടുത്താൽ അവർക്കും നല്ലത്. നമ്മളിങ്ങനെ ചീത്ത പറഞ്ഞ് എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെയാണ്, എനിക്ക് ഗീത പഠിക്കാൻ പറ്റില്ല, ധ്യാനിക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതം ഈ അടുക്കളയിൽ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാചകം ചെയ്തിട്ട് അത് കൊടുത്താലുണ്ടല്ലോ വയറിൽ ഈ ഗൂഡ്സ് വണ്ടി ഓടുന്ന പോലെ ശബ്ദം കേൾക്കും.
ഈ കഴിക്കുന്ന ആളുകളും പിന്നെ ദേഷ്യപ്പെടാൻ തുടങ്ങും, ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ട് അങ്ങനെ അതൊരു സാധനാ സ്ഥലമാക്കിയാൽ മാറ്റാം പാചകശാല. ആ പാചകശാല നല്ല അധ്യാത്മസ്മൃതിക്കായിട്ട് വയ്ക്കാം. പണ്ടത്തെ പല വീടുകളിലുണ്ട്, ഇങ്ങോട്ട് സ്ത്രീകൾ പാചകം ചെയ്യും, ഇങ്ങോട്ട് പൂജ ചെയ്യും, രണ്ടും അടുത്ത് തന്നെ ഉണ്ടാവും. ദേവാലയമൊക്കെ അടുത്ത് തന്നെ വെച്ച് ഇങ്ങോട്ട് പുഷ്പം ഇട്ട് അർച്ചിച്ച് ഇങ്ങോട്ട് പാചകം ചെയ്യും. അപ്പോൾ അങ്ങനെ കർമ്മം അതാണെങ്കിലും വേറെ എന്തൊക്കെയാണെങ്കിലും ഓഫീസിലാണെങ്കിലും അതെ. ഒരു 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 മഹാത്മ ഒരുപാട് കോടി 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 ജപം ചെയ്തു അദ്ദേഹം. കോടി എന്ന് വെച്ചാൽ 100 കോടി രാമനാമം ജപിച്ചു. തിരുകാലം പ്രണവജപം, നല്ല സന്യാസ ധർമ്മത്തിൽ ഇരുന്ന ആളാണ് അദ്ദേഹം. പൂർവാശ്രമത്തിൽ റെയിൽവേസിൽ ജോലിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും, ഒരു സമയത്ത് ഈ നാമം ജപം ഉള്ളിൽ പിടിച്ചതോടുകൂടെ ഓഫീസിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓഫീസിൽ പോകുന്ന വഴി, ഓഫീസ് എത്തുന്നവരേക്കും ഇത്ര ജപം. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയും, ഈ കാലിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ 2 പഞ്ചാക്ഷരം, തിരിച്ച് ഈ കാല് വെക്കുമ്പോൾ 2 പഞ്ചാക്ഷരം. ഈ നിഷ്ഠ ഒരു ദിവസം മാറ്റിയത്ര അദ്ദേഹം. എന്താണെന്ന് വെച്ചാൽ ട്രെയിനിന് നേരായി എന്ന് പറഞ്ഞ് ഓടി. അദ്ദേഹത്തിൻ്റെതായ റിസർച്ചാണ് ഇതൊക്കെ ഒരുപാട് വർഷം, 10-30 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പറയും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വേഗം പോയപ്പോൾ ഒരു ഇരുമ്പ് പോസ്റ്റിൽ തലയിട്ടിച്ചു, അങ്ങനെ വീങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ നിഷ്ഠ തെറ്റിച്ചു, ഇനി ട്രെയിന് പോയാൽ എന്തായാലും വേണ്ടില്ല, അടുത്ത ദിവസം തെറ്റിക്കില്ല. അടുത്ത ദിവസം ലേറ്റായി ട്രെയിൻ കാത്തുകൊണ്ടിരുന്നു അത്ര. ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, വലിയ പുസ്തകമൊന്നുമില്ല. അപ്പം ഇങ്ങനെ പഞ്ചാക്ഷരം, ഓരോ അടിയിലും പഞ്ചാക്ഷരം ഉണ്ടാവും. അവിടെ പോയിട്ട് ഈ രാമനാമം എഴുതും ഓഫീസിലുള്ളവരൊക്കെ കളിയാക്കും അത്രേ. ഒരു പേപ്പർ എഴുതി തരും, ഞങ്ങൾ സൈക്ലോസ്റ്റാറ്റ് എടുത്ത് തരാം, എന്തിനാ ഇപ്പം ഇങ്ങനെ മെനക്കെടണമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു അരമണിക്കൂർ എഴുതും, പിന്നെ ഓഫീസ് ടൈം തുടങ്ങും, പിന്നെ ഫുൾ ടൈമാണ്, ടൈമില്ല. അദ്ദേഹം പറയും, ഞാൻ 1 കോടി എഴുതണം എന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ സമയമില്ല. ഉച്ചയ്ക്ക് ഇത്തിരി എഴുതും, വൈകുന്നേരം എഴുതും, എന്നിട്ട് പുറപ്പെടും, വീട്ടിൽ വന്നു എഴുതും. അപ്പോൾ ഓഫീസിൽ ഒരാൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പണിയെടുക്കാതെ, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പണിയില്ല, അയാൾ ആളുകൾക്കൊക്കെ ഉപദ്രവമുണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വലിയ ഓഫീസർ ഒരു ദിവസം ഇദ്ദേഹത്തിന് വിളിച്ചിട്ട് പറഞ്ഞു, തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇടാം, തനിക്ക് വല്ല വിരോധമുണ്ടോ? ഒരു വിരോധമില്ല എന്ന്. പിടിച്ച് അവിടെ ഇട്ടാൽ ഒരു പണിയില്ല. അപ്പം അദ്ദേഹം പറയും, ഉള്ള സമയത്തിൽ നമ്മൾ സാധന ചെയ്താൽ അത് സമയം ഉണ്ടാക്കിക്കൊള്ളുന്നു. നിങ്ങൾ സമയമില്ല എന്ന് പറയണ്ട. കിട്ടണ സമയം ചിലപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും അവിടെ നിങ്ങൾ ഇത്തിരി ഭഗവാന് സ്ഥലം കൊടുക്കൂ. ബാക്കി ടൈം നിങ്ങൾ കാണും, അത് ഉണ്ടാക്കും, അതൊരു സ്പേസ് ഉണ്ടാക്കും. പിന്നെ ആ ഓഫീസിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അവരൊക്കെ ബ്ലാങ്കായ പേപ്പർ കൊണ്ടുവന്ന് തരും, ഒരുപാട് കൊണ്ടുവരും, ഇഷ്ടം പോലെ സമയം. ഞാൻ ഇതാണ് ചെയ്യണതെന്ന് അവർക്കറിയാം, എഴുതിക്കൊണ്ടിരിക്കും. ബാക്കി പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്യും, ഒന്നും കുഴപ്പമില്ല, അധികം ജോലിയില്ല, ധാരാളം അങ്ങനെ എഴുതി. അപ്പോൾ ഇങ്ങനെ നാമം എഴുതുക, എല്ലാ കാര്യത്തിലും. അവൻ റിട്ടയർ ആയ ശേഷം അദ്ദേഹത്തിനോട് ഒരുപാട് പേര് മുമ്പിൽ വന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് എഞ്ചിനീയറാണ്, വേറെ ജോലിയോ കമ്പനിയിൽ നിങ്ങൾക്ക് ചേരാം. നൗ ഐ ആം ആഫ്റ്റർ ആഷ്, നോട്ട് ആഫ്റ്റർ ക്യാഷ്. ഇനി എനിക്ക് കഴിഞ്ഞു, എൻ്റെ പണി കഴിഞ്ഞു, ചെയ്യേണ്ടത് കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ്, നോക്കൂ, വാർദ്ധക്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഐഡിയൽ വെക്കുകയാണ്. 58 വയസ്സ് റിട്ടയറായി 60-61 വയസ്സിലോ മറ്റോ തുടങ്ങിയിട്ട് ഏകദേശം 22 വർഷത്തിൽ 100 കോടി രാമനാമം ജപിച്ചു തീർത്തു. സുഖമായ വാർദ്ധക്യം. രാവിലെ 4 മണിക്ക് എണീറ്റ രാത്രി 9 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഒരു സ്വപ്നമില്ലാത്ത ഉറക്കാണെന്ന്. ഒരാളില്ല, ഒരു സേവകനില്ല, ഒരു ജോലിക്കാരനില്ല. താൻ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവരും, താൻ തന്നെ പാചകം ചെയ്യും, താൻ തന്നെ അടിച്ച് വൃത്തിയാക്കും ആ സ്ഥലം, തനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ താൻ തന്നെ ഏർപ്പാടാക്കിക്കോളും. രണ്ടാമതൊരാൾ ഉള്ളിൽ വന്നാൽ അദ്ദേഹത്തിന് ശരിയാവില്ല, തനിച്ചുള്ള ജീവിതമാണ്. സ്വയം പാചകം ചെയ്ത് ആഹാരം കഴിക്കും. ഇത്രയും ചെയ്തുകൊണ്ട് അത്രയും രാമനാമവും അതിനോടുകൂടെ പ്രണവജപവും ശിവപൂജയും 200 നമസ്കാരം ചെയ്യും രാവിലെ. ഇത് ഏകദേശം ഒരുപാട് വയ്യാതാവുന്ന വരയ്ക്കും, ഒരു 85 വയസ്സ് വരയ്ക്കും ചെയ്തു. 90 വയസ്സ് വരെ ജീവിച്ചു. നമ്മുടെ ഇപ്പോൾ ഒസൂറിൽ നമ്മളുടെ ആശ്രമമുള്ള സ്ഥലത്താണ്. ഒരു വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ സമാധിയായത്. നല്ല ത്യാഗരാജസ്വാമികൾ
ബഹുള പഞ്ചമി ദിവസമാണ് ത്യാഗരാജസ്വാമികളുടെ സമാധി. അതേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെയും സമാധി. വിഷ്ണു സഹസ്രനാമം കുട്ടികളൊക്കെ ചൊല്ലിക്കൊണ്ട് കേട്ടുകൊണ്ട് ഇരുന്നുകൊണ്ട് തന്നെ ശരീരം വിട്ടു. അപ്പോൾ സാധിക്കും. റിട്ടയർ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു ഹയർ ലൈഫ് വെക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. റിട്ടയർ ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ടതെന്നാണ്. ഇനി കിടക്കണു മുമ്പിലെ ഒരു ജീവിതം, ഒരു പ്രശ്നമില്ല. അതും പ്രത്യേകിച്ച് പൈസ ഉണ്ട്, ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ മുമ്പിൽ ഇനി ഒരു കർമ്മമൊന്നുമില്ല, ഒരു ആംബിഷൻ ഇല്ല, ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല മക്കളും പേരക്കുട്ടികളും ഒക്കെ സന്തോഷിക്കും. കാരണം ഒരു ഉപദ്രവത്തിനും ഇല്ലല്ലോ, ഇല്ലേ? ആരുടെ കാര്യത്തിൽ ഒരു ഇന്റർഫിയറൻസ് ഇല്ല, അവരൊക്കെ സന്തോഷിക്കും. നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കാം. ശരിയായ വാനപ്രസ്ഥം, ഹയർ ഐഡിയലാണത്. സംവത്സരമേതദ്വ്രതം ചരേത് ദ്വൗവാമാസൗ തസ്മിൻ യമസമാസേന എന്നൊക്കെ പറഞ്ഞു വേദം ഇങ്ങനെ വാനപ്രസ്ഥധർമ്മമൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഡിസിപ്ലിൻ അത് ആരംഭം മുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വയസ്സായ കാലശേഷം ഇനി ജിജി വിഷേക്ഷതക്കും സമാഹ. ശ്രുതി പറഞ്ഞു 100 വയസ്സ് ഇരിക്കാന്ന് ആഗ്രഹിക്കാമല്ലോ. അപ്പം എന്താ പറ്റിയത്? നാളെ തന്നെ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. 100 വയസ്സ് ഇനിയിപ്പോൾ ഇരിക്കണ കാലം അങ്ങനെയാണെന്ന് കണക്കാക്കാം. അല്ലാതെ ഇനി എത്ര ദിവസം പോയാലും ഇത്രയും കാലം അങ്ങനെയൊന്നും വേണ്ടല്ലോ. ഉള്ള കാലം ഞാൻ ഇനി നല്ല ഡിസിപ്ലിനായിട്ട് സന്തോഷമായിട്ട് നാമം ജപിച്ചും ഭാഗവതം വായിച്ചും ഗീത വായിച്ചും രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേക്കുക, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കുന്നു, രാത്രി കിടക്കുന്ന വേറെ ബിസി ഡിസിപ്ലിനായിട്ട് ഇരിക്കുക. അത്തരത്തിലുള്ള ധ്യാനയോഗ നിഷ്ഠയോടുകൂടെ ഒരു ജീവിതം ഉള്ളിൽ വിഭാവനം ചെയ്താൽ ജീവിതം ധന്യമാകും. ഈ മാം അനുസ്മര, ഭഗവാനെ സ്മരിക്കുക. സ്മരണം എന്നുള്ളത് നമുക്ക് സത്യമാകും. അനുഭവം, സാക്ഷാത്കാരം എന്ന് വെച്ചാൽ സ്മൃതി തന്നെ സാക്ഷാത്കാരം. സാക്ഷാത്തായിട്ട് ആത്മാവുണ്ട്, അതിനൊരു കാര്യമൊന്നുമില്ല. സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, അത് സാക്ഷാത്താണ്, അപരോക്ഷമാണ്. അതിൻ്റെ സ്മൃതി ഉള്ളിൽ വരും. ഇതാണ് ഈ ആശയത്തിൻ്റെ, ഈ ഗീതാ ഉപദേശത്തിൻ്റെ വിഷയം, സാരം. ഇത് നമ്മളുടെ ജീവിതത്തിലൊക്കെ ആ ഗുരുപരമ്പരയിലുള്ള മഹാപുരുഷന്മാരുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് സിദ്ധമാവട്ടെ, വരട്ടെ. നമുക്ക് ജീവിതത്തിൽ ശാന്തിയും. ഗീത അവസാനിക്കുമ്പോൾ ഭഗവാൻ പറയണതാണ്, തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ആ ശാന്തി നമുക്കുണ്ടാവട്ടെ. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം.